السلام عليكم ورحمة الله تعالى وبركاته. السلام عليكم ورحمة الله تعالى وبركاته. الحمد لله الحمد لله الحمد لله الواحد القهار الصمد الجبار مكور الليل على النهار تذكرة لأولي القلوب والأبصار. اللهم يا واجد الوجود يا واهب الخير والجود ويا غاية كل مقصود أفض علينا أنوار رحمتك ويسر لنا الوصول إلى كمال معرفتك وأفوض أمري إلى الله إن الله بصير بالعباد بأن ردنا إلى الله وأن المسرفين أصحاب النار. صلى الله وسلم على رسولك سيدنا محمد بلغت الرسالة وأديت الأمانة ونصحت الأمة وكشفت الأمة وجاهد في سبيل الله حق جهاده وعبد ربك حتى أتاك اليقين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ووصينا الإنسان بوالديه إحسانا حملته أمه كرها ووضعته كرها وحمله وفصاله 30 شهرا حتى إذا بلغ أشده وبلغ 40 سنة قال رب أوزعني أن أشكر نعمتك التي أنعمت علي وعلى والدي ونعمل صالحا ترضاه وأصلح لي في ذريتي وإني تبت إليك فإني من المسلمين. قال النبي صلى الله عليه وسلم بر الوالدين أفضل من الصلاة والصوم والحج والعمرة والجهاد في سبيل الله
നബിയേ ഹറാമേറെ കണ്ണാണേ പലവിധ തിന്മകൾക്കും അടിമയാണേ നിധിയെ ഒന്നു കണ്ട് തെളിയാനാണേ നരകത്തിലെറിയും പേടികൊണ്ടാണേ ഹൃദയം പിടയ്ക്കുന്നു യാ റസൂലല്ലാഹ് ഇനിയും പാപമാലേ നടത്തിയിടല്ല ഇവനൊരു തൗബ തരുമോ യാ ശഫീ അല്ലാഹ് ഇനി ഞാൻ ചെയ്യുകയില്ല യാ ഹബീബല്ലാഹ് ഇരുളാം ഖബറിലെ കാത്തിരിപ്പുണ്ട് ഇവനൊരു മയ്യത്താകും നാളതുകൊണ്ട് നബിയേ ഹറാമേറെ കണ്ണാണേ പലവിധ തിന്മകൾക്കും അടിമയാണേ നിധിയെ ഒന്നു കണ്ട് തെളിയാനാണേ നരകത്തിലെറിയും പേടികൊണ്ടാണേ ഏറ്റവും ബഹുമാനവും ആദരവും നിറഞ്ഞ ഈ മഹല്ലത്തിന്റെ ഉസ്താദ് അബ്ദുൽ ഹക്കീം ഫൈസി ഉസ്താദ് അവർകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ആഫിയത്തുള്ള ദീർഘായുസ്സ് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ ഈ മഹല്ലിന്റെ പ്രസിഡന്റ് സലാം ഹാജി, മുഖ്യ കാര്യദർശി മൊയ്തുക്ക, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മഹല്ലത്തിന്റെ എല്ലാ കാര്യങ്ങളും നോക്കി നടത്തുന്ന കമ്മിറ്റി ഭാരവാഹികൾക്ക് അല്ലാഹു ഖൈർ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബുൽ ആലമീൻ. ഈ വേദിയിലിരിക്കുന്ന പ്രമുഖരായ ഒരുപാട് വ്യക്തിത്വങ്ങളുണ്ട്. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന മുഴുവൻ ഉസ്താദുമാർക്കും അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് പ്രദാനം ചെയ്യട്ടെ. അതുപോലെ തന്നെ കാരണവരുണ്ട്, അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കെല്ലാവർക്കും ഉമറാക്കൾക്കും ഉലമാക്കൾക്കും അല്ലാഹു ഖൈർ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപാട് ഉമ്മമാരും സഹോദരങ്ങളും ഉണ്ട്. അല്ലാഹു അവർക്ക് ഖൈർ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. യാ റബ്ബൽ ആലമീൻ. മദരിയ ദർസിന്റെ 14ാമത് വാർഷിക മതപ്രഭാഷണ സമ്മേളന സദസ്സിലാണ് ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല എത്രയോ കാലം മുതൽ ഈ കാപ്പ് മഹല്ലിൽ ദർസ് സംവിധാനം നിലനിന്ന് വരുന്നു. ആഖിറ ഖിയാമത്ത് നാൾ വരെ നിലനിർത്തിക്കൊണ്ടുപോകാനുള്ള തൗഫീഖ് അല്ലാഹു പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ആത്മാർത്ഥമായി ആദ്യമായി പ്രാർത്ഥിക്കുകയാണ്. നമ്മളെല്ലാവരും നിലകൊള്ളുന്നത് പുണ്യമാക്കപ്പെട്ട റജബിന്റെ മാസത്തിലാണ്. വിലസുന്ന മക്കളും വിതുമ്പുന്ന മാതാപിതാക്കളും എന്ന വിഷയത്തെ ആസ്പദമാക്കി സംസാരിക്കുന്നതിന് മുമ്പ് ബറക്കത്തിന് വേണ്ടി ഇൻഷാ അല്ലാഹ് റജബിന്റെ പവിത്രമായ രാവിലെ ഒരുമിച്ചുകൂടി നിങ്ങളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് 5 വഖത്ത് നമസ്കാരം നിർബന്ധമാക്കി അല്ലാഹുവിന്റെ പ്രവാചകന്റെ സമ്മാനമായി ലഭിക്കപ്പെട്ട മാസം, പ്രത്യേകം പരിഗണിക്കേണ്ട മാസം, നന്മകൾ ചെയ്യാതെ നന്മകളിലൂടെ നടന്ന് അല്ലാഹുവിന്റെ സ്വർഗ്ഗം നേടേണ്ട മാസം, അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, റജബുൻ ശഹറുല്ലാഹ് വശഅബാനു ശഹരി വറമളാനു ശഹറു ഉമ്മത്തി. ലോകത്തിന്റെ നേതാവ് നബി മുഹമ്മദ് മുസ്തഫ, ലോകത്തിന്റെ നേതാവ് നബി മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അല്ലാഹുവിന്റെ മാസമായ റജബ് അത് ബർക്കത്താക്കപ്പെട്ട മാസമാണ്. ശഅബാനിന്റെ മാസവും റമദാനിന്റെ ഉമ്മത്തിന്റെ മാസവുമാണെന്ന് ലോകത്തിന്റെ നേതാവ് നബി മുഹമ്മദ് മുസ്തഫ. വിത്തുകൾ പാകേണ്ട മാസം അത് റജബാണ്. നനവുകൾ കൊടുക്കേണ്ട മാസം അത് ശഅബാനാണ്. വിളവുളെടുക്കേണ്ട മാസം റമദാനാ. കാബ മസ്ജിദിന്റെ പരിസരത്ത് ഒരുമിച്ച് കൂടി എന്റെ സഹോദരങ്ങളെ, എന്റെ സഹോദരിമാരെ, അല്ലാഹു ബർക്കത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ബാരിക് ലനാ ഫി റജബിൻ വ ശഅബാൻ. റബ്ബേ, റജബിലും ശഅബാനിലും നീ ബർക്കത്ത് ചെയ്യണേ നാഥാ എന്ന് അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്യാറുണ്ട്. എന്താണ് ആ ബർക്കത്ത്? എന്നെക്കാൾ വിശദമായി അറിയുന്നവരാണ് നിങ്ങള്. അല്ലാഹുവിന്റെ ബർക്കത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന പ്രത്യേകമായ മാസം അത് റജബാണ്. അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു, അല്ലാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ചു, ബാരിക് ലനാ ഫി റജബിൻ വ ശഅബാൻ. ശഅബാനും റമദാനും ആ രണ്ട് മാസങ്ങളിൽ മുമ്പ് റജബിൽ നിങ്ങൾ ദുആ ചെയ്യണം. അതുപോലെ നിങ്ങൾ ശഅബാനിൽ റമദാനിൽ ദുആ ചെയ്യണം. ഈ ബർക്കത്ത് കിട്ടിയാൽ നിങ്ങൾക്ക് കേൾക്കണോ, റമദാൻ സുന്ദര മാസമാ. പുണ്യങ്ങളുടെ പൊക്കാലമായ റമദാനിൽ ഒഴിഞ്ഞിരുന്നു കൊണ്ട് ദുആ ചെയ്യാൻ, ആരാധനകൾ ചെയ്യാൻ റജബിലും ശഅബാനിലും നമ്മുടെ ജോലിയിലെത്തുന്ന ബർക്കത്ത് ചെയ്യട്ടെ. അല്ലാഹുവിന്റെ പള്ളിയിൽ കൂടാൻ, റമദാനിൽ അല്ലാഹുവിന്റെ പള്ളിയിൽ കൂടാൻ, ഈ 2 മാസത്തിലും അല്ലാഹു നമുക്ക് ബർക്കത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീന്റെ മഹത്വം നിങ്ങൾക്ക് അറിയില്ല തോന്നുന്നില്ലേ? അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ചു, നിങ്ങൾ അല്ലാഹുവോട് ദുആ ചെയ്യണം. ദുആ ചെയ്യുമ്പോൾ ആമീൻ പറയണം. പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ആമീന്റെ മഹത്വങ്ങളെ കുറിച്ച് പഠിപ്പിച്ചു. കാഫിലെ നിവാസികളെ, നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. ഇസ്തജിബ് ദുആനാ. ആര് ദുആ ചെയ്യുമ്പോൾ ആമീൻ പറഞ്ഞാലും, റബ്ബേ ആ ദുആ ചെയ്യുന്ന ഉസ്താദിന്റെ പ്രാർത്ഥന നീ സ്വീകരിക്കണേ നാഥാ എന്നല്ല, റബ്ബേ ഞങ്ങളുടെ ദുആ നീ സ്വീകരിക്കണേ എന്ന അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിക്കുകയാണ്, വിലസുന്ന മക്കളും വിതുമുന്ന മാതാപിതാക്കളും എന്ന വിഷയാസ്പദമാക്കി സംസാരിക്കുമ്പോ എന്റെ കാപ്പിലെ ഉമ്മ, എന്റെ കാപ്പിലെ ഉപ്പ, പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. എന്തേ പഠിപ്പിക്കുന്നത്? മാതാപിതാക്കളെ മഹത്വം മനസ്സിലാക്കാതെ ജീവിതത്തിൽ തിന്മകൾ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന എന്റെ ചെറുപ്പക്കാരാ, എന്റെ ചെറുപ്പക്കാരി, വളരെ പ്രയാസത്തിലൂടെയാണ് ലോകം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. വളരെ പ്രയാസത്തോടുകൂടെയാണ് ലോകം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. മലപ്പുറം ജില്ലയിലെ ഈ ഇടയ്ക്കൊരു സംഭവം നടന്നു. മലപ്പുറം ജില്ലയിലെ പെൺകുട്ടികൾ മാത്രം പഠിക്കുന്ന ഒരു സ്കൂൾ. ആ സ്കൂളിൽ രാവിലെ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് ടീച്ചർ ക്ലാസ്സിലോട്ട് വന്ന് ഒഴിക്കും ആ ഒരു കുട്ടി മയങ്ങി വീഴുകയാണ്. ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് ഒരു കുട്ടി മയങ്ങി വീണു. ആ സമയത്ത് ആ കുട്ടിയെടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. മക്കളെ എവിടെ എത്തി എന്ന് മനസ്സിലാക്കണേ. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ആ കുട്ടിയെ തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുവന്നു. വീണ്ടും പിറ്റേ ദിവസം സ്കൂളിലേക്ക് കടന്നുപോയി. സ്റ്റാഫ് റൂമിലേക്ക് വിളിപ്പിച്ചു. രക്ഷിതാക്കളും കൂടെ പോയിട്ടുണ്ടായിരുന്നു. ആ കുട്ടിയോട് ചോദിച്ചു, എന്തേ മോളെ നിനക്ക് ഇന്നലെ പറ്റിയത്? ഹോസ്പിറ്റലിൽ നിന്ന് ഡോക്ടർമാർ പറഞ്ഞല്ലോ മയക്കുമരുന്നിന്റെ അംശം നിന്റെ ശരീരത്തിലുണ്ടെന്ന്. 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ആ കുട്ടി മറുപടി പറഞ്ഞപ്പോഴേ, വെറും 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന 13-14 വയസ്സുള്ള ചെറിയ പെൺകുട്ടിയാണ് മറുപടി പറയുന്നത്, എന്റെ ഉപ്പ
തണുപ്പിലണീറ്റുകൊണ്ട് ഞങ്ങളുടെ മാതാപിതാക്കൾ ഞങ്ങൾ സ്കൂളിലേക്ക് വിടുമ്പോ ഭക്ഷണമെല്ലാം പാകം ചെയ്തുകൊണ്ട് ഞങ്ങളെ സ്കൂളിലേക്ക് പറഞ്ഞു വിടുകയാണ്. ഞങ്ങൾ സ്കൂളിലേക്ക് പറഞ്ഞു വിടുമ്പോ സ്കൂൾ ബെല്ലടിക്കുന്നതിന് മുമ്പ് അരമണിക്കൂർ മുമ്പ് ഞങ്ങൾ സ്കൂളിന്റെ ബിൽഡിങ്ങിന്റെ മുകളിലോട്ട് കയറുകയാണ്. ഞങ്ങളുടെ കയ്യിൽ എന്താ ഉള്ളത്? ഞങ്ങളുടെ കയ്യിൽ മയക്കുമരുന്നുണ്ട്. എന്തേ മയക്കുമരുന്നിന്റെ അംശം? ആ അംശം മയക്കുമരുന്നിന്റെ അംശം ശരീരത്തിലേക്ക് പിടിക്കാൻ വേണ്ടി ഞങ്ങളുടെ കയ്യിൽ LED ബൾബുണ്ട്. മിന്നി മിന്നി കത്തുന്ന LED ബൾബ് ആ പെൺകുട്ടികളുടെ കയ്യിലുണ്ട്. രണ്ടും ഒരു പൊതിയിലാക്കിയിട്ട് ബിൽഡിങ്ങിന്റെ മുകളിലേക്ക് പോവുകയാണ്. എന്നിട്ട് സാറേ ഞങ്ങളെ ചെയ്തെന്നറിയോ? ആ LED ബൾബ് കുത്തി പൊട്ടിച്ചിട്ട് അതിലേക്ക് മയക്കുമരുന്നിന്റെ അംശം ചേർത്തു. എന്നിട്ട് ഞങ്ങൾ ചുണ്ടിന്റെ ഇടയിലോട്ട് വെക്കുകയാണ്. ഞങ്ങൾ മുകളിൽ നിന്ന് അടിയിലോട്ട് വരുമ്പോഴേക്കും 10 മിനിറ്റ് ആകുമ്പോഴേക്കും ഞങ്ങളുടെ ശരീരങ്ങളിലേക്ക് മയക്കുമരുന്നിന്റെ അംശം സ്പ്രെഡ് ചെയ്തിട്ടുണ്ടാകും. ശരീരം മുഴുവനും മയക്കുമരുന്നായിരിക്കും. അങ്ങനെ നല്ല തരിപ്പിലാണ് ഞങ്ങൾ ക്ലാസ്സിലിരിക്കാറ് എന്ന് 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥി പറഞ്ഞപ്പോ എന്റെ കാപ്പിലുമ്മ നിന്റെ മകളെ നേരത്തെ പറഞ്ഞു വിടുമ്പോ നിന്റെ മകളുടെ വേഗം പരിശോധിക്കണേ, നിന്റെ മക്കളുടെ പഠനം നിങ്ങൾ പരിശോധിക്കണേ. മക്കൾ വഴിതെറ്റി പോവുകയാണ്. കാലഘട്ടം മോശമാണ്. ഒരു കുട്ടി കൂടുതൽ കംസിരത്ത് പിടിക്കുന്നു. ഒരു കുട്ടിയുടെ കയ്യിൽ കൂടുതൽ ഫെവിക്കോൾ കാണുന്നു. കവറ കത്തിക്കുന്നു. ഇതൊക്കെ മയക്കുമരുന്നിന്റെ ഓരോ ഭാഗങ്ങളാണ്. MDM എത്തുന്നതിന് മുമ്പ് ഒരു സ്റ്റെപ്പ് പടികളാണ് അതൊക്കെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മക്കൾക്ക് സംരക്ഷണം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ സമൂഹത്തിന് എന്താണ് പറ്റിയത്? നമ്മുടെ സമൂഹത്തിന് എന്ത് പറ്റി? ദീന് മനസ്സിലാക്കുന്നതിന്റെ ഭാഗമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു കൊടുത്ത ദീനുൽ ഇസ്ലാമിനെ മനസ്സിലാക്കാത്തതിന്റെ കേടാ. എന്റെ പൊന്നു ചെറുപ്പക്കാരെ, എന്റെ ഉമ്മ ആദ്യമൊക്കെ നിങ്ങളെ കുട്ടികളെ ഉറക്കുന്ന സമയത്ത് എന്താ ചൊല്ലാറുള്ളത്? ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. തൊട്ടിൽ മുതൽ കട്ടിൽ വരെയല്ലേ ഇതിന്റെ സ്ഥാനമുള്ളത്. അൽ ഇൽമു മിനൽ മഹ്ദി ഇലൽ ലഹദ്. കുട്ടി തൊട്ടിൽ കിടക്കുമ്പോൾ കേൾക്കുന്ന വാക്കെന്താ? മുത്തേ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും അല്ലാഹുവിനെയും അല്ലാഹുവിന്റെ റസൂലിനെയും കുറിച്ചാണ് കേൾക്കുന്നത്. ആ കുട്ടി എങ്ങനെ കേടുവരാനാ? ഇപ്പോഴത്തെ കുട്ടി ഉറക്കുമ്പോ കാവാലിയ പാട്ട് പാടിയിട്ടല്ലേ പെങ്ങളെ നീ ഉറക്കുന്നത്? മനോഹരമായ സിനിമ പാട്ടുകൾ പാടിയിട്ടല്ലേ മക്കളെ നിങ്ങൾ ഉറക്കുന്നത്? പിന്നെങ്ങനെയാ മക്കളെ കേടുവരാതിരിക്കുക? അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള മഹബ്ബത്ത് പഠിപ്പിച്ചു കൊടുക്കാതെ, മുത്തുനബിയോടുള്ള സ്നേഹം പഠിപ്പിച്ചു കൊടുക്കാതെ എങ്ങനെയാണ് നമ്മുടെ മക്കൾ നന്നാവുക? അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയ കൂട്ടുകാരൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മദീനയിലൂടെ നടക്കുകയാണ്. പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നടക്കുമ്പോ ഒരു സംഘർഷം നടക്കുന്നുണ്ട്. അവിടെ പലരും പരസ്പരം തല്ലുകൂടുന്നുണ്ട്. പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അതിൽ പങ്കെടുത്തിട്ടുണ്ട്. അങ്ങനെ അതാ ആ പ്രശ്നം സോൾവ് ആക്കാൻ പോകുമ്പോ പലർക്കും അടി കിട്ടുന്നുണ്ട്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മുഖത്തിലൂടെ ചുമരൊഴിക്കുന്നുണ്ട്. അങ്ങനെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. ബോധരഹിതനായി കിടക്കുന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ ബോധം വന്നപ്പോ ചോദിച്ചു, ഐന റസൂൽ, എവിടെ എന്റെ പ്രവാചകൻ എവിടെ? ആ സമയത്ത് ആദ്യമായി ചോദിക്കുന്ന വാക്ക്, ബോധം വന്നപ്പോ ആദ്യമായി ചോദിക്കുന്ന വാക്ക് എന്തെന്നറിയോ? ഐന റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ പ്രവാചകൻ എന്താണ് പറ്റിയത്? എന്റെ കൂടെ ഉണ്ടായിരുന്നല്ലോ, എന്റെ അല്ലാഹുവിന്റെ പ്രവാചകനെ പറ്റിയത്? എന്റെ സഹോദരങ്ങളെ കേൾക്കണേ, എന്റെ ശരീരത്തിന് ഒന്നും പറ്റിയിട്ടില്ല എന്ന് ധരിച്ചിട്ടല്ല ചോദിക്കുന്നത്. ശരീരത്തിൽ നിന്ന് രക്തം ധാരധാരയായി ഒഴുകുന്നുണ്ട്. അവിടുത്തെ
ചോദിച്ചപ്പോ സ്വഹാബത്തിനോട് പറഞ്ഞു, യാ സ്വഹാബ ഇലാ ഹദറത്തി റസൂലില്ല, അല്ലാഹുവിന്റെ റസൂലിന്റെ അടുത്തേക്ക് എന്നെ കൊണ്ടുപോണേ. ആ സമയത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇലാ ഹദറത്തി റസൂലില്ല, അല്ലാഹുവിന്റെ റസൂലിന്റെ സവിധത്തിലെത്തുകയാണ്. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂലോട് സംസാരിക്കുകയാണ്, അവരുടെ സമാധാനത്തിന്റെ വാക്കുകൾ കേൾക്കുകയാണ്. അപ്പോഴാണ് മനസ്സിന് സമാധാനം വീഴുന്നത്. നമ്മുടെ സ്നേഹം എവിടെ? മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബത്തിന്റെ സ്നേഹം എവിടെ കിടക്കുന്നു? ചിന്തിക്കണേ. നമുക്ക് എത്ര സ്നേഹമുണ്ട് പ്രവാചകനോട്, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് നമുക്ക് എത്ര സ്നേഹമുണ്ടെന്ന് ചിന്തിക്കണം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിപാലിച്ച് കിടക്കുകയാണ് വീട്ടില്. അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ പരിപാലിച്ച് കിടക്കുമ്പോ കാണാൻ വേണ്ടി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കടന്നു ചെല്ലുകയാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കടന്നു ചെന്നപ്പോ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിയായ പനിയിലാണ് കിടക്കുന്നത്. ആ സമയത്ത് വിറയ്ക്കുന്ന പനി ബാധിച്ച മുത്ത് റസൂലിന്റെ അടുത്ത് ചെന്നപ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നിൽക്കാൻ കഴിയുന്നില്ല, അവിടെ നിൽക്കാൻ കഴിയുന്നില്ല. തന്റെ സ്നേഹഭാജനമായ മുത്തുനബിക്ക് പനി ബാധിച്ചിരിക്കുകയാണ്. അങ്ങനെ വീട്ടിലേക്ക് മടങ്ങിപ്പോയി. വീട്ടിലെത്തുമ്പോഴേക്കും അതാ ഫിറാശിലേക്ക് അഭയം തേടുകയാ, വിരിപ്പിലേക്ക് അഭയം തേടി. എന്തേ കാരണം? തന്റെ സ്നേഹഭാജനത്തിന് പനി പിടിച്ചിരിക്കുന്നു. അത് സഹിക്കാൻ കഴിയാതെ ശരീരത്തിലേക്ക് പനിയുടെ അംശം ചേർന്നു. അങ്ങനെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ശരീരത്തിലാകെ ചൂടായി, പനി ബാധിച്ചിരിക്കുകയാ. ആ സ്നേഹത്തിന് പകരം വെക്കാൻ നമുക്ക് കഴിയുമോ സഹോദര? എന്റെ ശബ്ദം ശ്രമിക്കുന്നെന്റെ ഉമ്മ, നിങ്ങളുടെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കണേ. മുഹമ്മദ് റസൂലുള്ളാഹ് അല്ലാഹുവിന്റെ റസൂലിന്റെ സ്നേഹം ഒന്ന് പഠിപ്പിച്ചു കൊടുക്കണേ. ദീനിനെ കുറിച്ച് മനസ്സിലാക്കി കൊടുക്കണേ. അതിന്റെ കുറവാണ് മക്കളിൽ കാണുന്നത്, മക്കളിൽ ഇതിന്റെ കുറവാണ് കാണുന്നത്. അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള സ്നേഹം, ആ സ്നേഹത്തിന്റെ കുറവാണ്. ഇന്നത്തെ സാഹചര്യം എന്താ? നമ്മുടെ മക്കളുടെ ഇന്നത്തെ സാഹചര്യം എന്താ? ജെൻഡർ ന്യൂട്രാലിറ്റി അല്ലേ? ഒരു കുട്ടി ജനിച്ചാൽ, ലിബറലിസ്റ്റുകൾ പറയുന്നത് ഒരു കുട്ടി ജനിച്ചാൽ അത് ആണാണോ പെണ്ണാണോ എന്ന് വേർതിരിക്കാൻ പാടില്ല. ആണായി ജീവിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ആണായി ജീവിച്ചോട്ടെ, പെണ്ണായി ജീവിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ പെണ്ണിന്റെ കോലത്തിൽ ജീവിച്ചോട്ടെ. മക്കളെ വേർതിരിക്കാൻ പാടില്ല എന്ന് ജെൻഡർ ഡിസ്ഫോറിയ എന്ന് പറയുന്ന ഒരു വലിയ മഹാരോഗം നമ്മുടെ മക്കളിൽ പിടിപെട്ടിരിക്കുന്നുണ്ട്. നമ്മുടെ മക്കളിൽ അതാ ആ വലിയ മഹാരോഗം പിടിപെട്ടിട്ടുണ്ട്. പാശ്ചാത്യ രാജ്യങ്ങൾ പരാജയപ്പെട്ടു പോയ ആശയത്തെ നമ്മുടെ മക്കളിൽ കുത്തിവെക്കാൻ പലരും ശ്രമിക്കുന്നുണ്ട്. ആ സത്യത്തെ മനസ്സിലാക്കാതെ ഒരിക്കലും നമ്മുടെ മക്കളെ നമുക്ക് രക്ഷപ്പെടുത്താൻ കഴിയില്ല. വാശിയാണ് മക്കൾക്ക്, എന്തിനും വാശിയാണ്. നമ്മുടെ വീട്ടിലെ മക്കളുടെ കാര്യം മാത്രം ചിന്തിച്ചാൽ മതി. ഫോൺ ഒന്നിന് പുറമെ രണ്ടെണ്ണം, തലക്കാൻ പുറത്തൊന്ന്, വലത് സൈഡിലൊന്ന്, ഇടത് സൈഡിലൊന്ന്. ആളുകളെ ഒന്നിന് പുറമെ ഒന്നായി ദൂർത്തടിക്കുകയാണ്. ഒരു ഫോണൊക്കെ വീട്ടില് അധികമായിരുന്ന ഒരു കാലമുണ്ടായിരുന്നു, അത് മാറിപ്പോയി. വലതുവശത്തേക്ക് നോക്കിയാലും പോണാ, ഇടതുവശത്തേക്ക് നോക്കിയാലും പോണാ. പിന്നെ എങ്ങനെയാ മക്കളെ കേടുവരാതിരിക്കുക? അതുകൊണ്ട് ശ്രദ്ധ വേണേ. നമ്മുടെ മക്കളുടെ സാഹചര്യം വളരെ മോശമാണ്. ലിബറലിസ്റ്റുകൾ മക്കളോട് പറയുന്നത് എന്താ? നിങ്ങൾ ഈ ജീവിതം അടിച്ച് പൊളിക്കണം, നിങ്ങളുടെ കിട്ടിയ ജീവിതത്തിൽ അടിച്ച് പൊളിക്കണേ എന്നാണ് മക്കളോട് അവർ പറയുന്നത്. എന്തേ സംഭവിച്ചു പോയത്? അല്ലാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ചത് ജീവിതം തുടങ്ങുന്നത് മരണശേഷമാണ്. യഥാർത്ഥ ജീവിതം തുടങ്ങുന്നത്, എന്റെ സഹോദര, എന്റെ സഹോദരി, യഥാർത്ഥ ജീവിതം തുടങ്ങുന്നത് മരണശേഷമാണ്.
മരിച്ചു കഴിഞ്ഞാൽ ഒരു ഡെഡ് ബോഡി കൊണ്ട് കുഴിച്ചും കൂടുകയല്ലേ എന്ന ചിന്തയാണ് തെറ്റിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നതെങ്കിൽ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, യഥാർത്ഥ ജീവിതം മനുഷ്യന്റെ തുടങ്ങുന്നത് അത് ഖബറിലോട്ട് വരുമ്പോഴാണ്. അൽ ഖബറു അവ്വലു മൻസിലിൻ മിൻ മനാസിലിൽ ആഖിറ. അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, ആദ്യത്തെ വീട് അത് ഖബറാണ്. പരിശുദ്ധ ഖുർആൻ പറഞ്ഞല്ലോ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, തബാറകല്ലദീ ബിയദിഹിൽ മുൽകു വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ, അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമലാ. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു അസ്സ വജല്ല നമ്മുടെ ലോകത്തേക്ക് അല്ലാഹു പടച്ചു വിട്ടതിന് വേണ്ടിയാ. തബാറകല്ലദീ ബിയദിഹിൽ മുൽകു വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ, അല്ലദീ ഖലഖൽ മൗത. ആദ്യമല്ല മരണത്തെ കുറിച്ചാണ് പറഞ്ഞത്. വൽ ഹയാത, ജീവിതത്തെയും നിങ്ങൾക്ക് സംവിധാനിച്ചു. എന്തിനെ അല്ലാഹു സംവിധാനിച്ചത്? ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമലാ. ലോകം എന്നത് ഒരു പരീക്ഷാ ഹാളാണ്. ആ പരീക്ഷാ ഹാളിലെ എക്സാമിനർ അല്ലാഹു, പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികളാണ് ലോകത്തിലെ ജനങ്ങൾ എന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പഠിപ്പിച്ചു. നന്നായിട്ട് പ്രവർത്തിക്കുന്നവർ ആരാണെന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് അല്ലാഹു ജീവിതം നിങ്ങൾക്ക് നൽകിയതെന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ. അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മരണത്തെയാണ് ആദ്യമായി നമ്മൾ ഓർമ്മപ്പെടുത്തിയത്. അപ്പോ മരണം എന്നുള്ള ചിന്ത ഉണ്ടെങ്കിൽ മാത്രമേ മക്കൾക്ക് മാറ്റം ഉണ്ടാവൂ. അതില്ലാത്തത് കൊണ്ടാണ് എങ്ങനെയോ ജീവിച്ചോട്ടെ എന്ന് മക്കൾക്ക്, എങ്ങനെ ജീവിച്ചാലും ഒരു ജീവിതം അങ്ങോട്ട് കഴിഞ്ഞാൽ മതി എന്നുള്ള ചിന്ത മക്കളിലേക്ക് ഉടലെടുത്തത്. നമ്മളെ ഇസ്ലാമിനെ കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കാത്തതിന്റെ, ഇസ്ലാമിന്റെ കാര്യങ്ങളെ കുറിച്ച് ബോധം കൊടുക്കാത്തതിന്റെ ഒരു മാറ്റമാണ് മക്കളുടെ ജീവിതത്തിൽ വന്നിരിക്കുന്നത്. മദ്രസ ടൈമൊക്കെ മാറ്റി. ഈ വർഷം തന്നെ അടുത്ത മദ്രസ ടൈം നമ്മൾ തീരുമാനിക്കാം. അടുത്ത പ്രാവശ്യം കുട്ടി 8ാം ക്ലാസ്സിലാണ്. അടുത്ത പ്രാവശ്യം കുട്ടി 8ാം ക്ലാസ്സിലാണ്. അതുകൊണ്ട് 20 മിനിറ്റ് മദ്രസയിൽ പോകാൻ പറ്റുള്ളൂ. എത്ര മിനിറ്റ്? 20 മിനിറ്റ് കുട്ടിക്ക് മദ്രസയിൽ പോകാൻ പറ്റുള്ളൂ. അപ്പൊ ഭർത്താവ് ചോദിക്കണം, 8ാം ക്ലാസ്സിലാണ് എന്റെ കുട്ടി പഠിക്കുന്നത്, അടുത്ത പ്രാവശ്യം സ്കൂളിൽ. എന്റെ പൊന്നുമ്മ, മദ്രസയെ മറന്നാൽ ആദ്യമായി അച്ചടക്കം പഠിപ്പിക്കുന്ന സ്ഥാപനം, ആദ്യമായി നിന്നെ പഠിപ്പിക്കുന്ന സ്ഥാപനം, ആദ്യമായി നിന്നെ പഠിപ്പിച്ചു കൊടുക്കുന്ന സ്ഥാപനം അത് മദ്രസയാണ്. ഉമ്മീ അബീ എന്ന് പഠിപ്പിച്ചു കൊടുക്കുന്ന സ്ഥാപനം അത് മദ്രസയാണ്. അതിന് വിലയിരുത്താത്ത കാലത്തോളം നിങ്ങളുടെ മക്കൾ മോശക്കാരായി പോകും. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു നമ്മുടെ മക്കൾക്ക് കാവൽ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മയക്കുമരുന്നിനും കള്ളിനും കഞ്ചാവിനും അടിമപ്പെട്ടു പോയ നമ്മുടെ സമൂഹം ഈ ഇടയ്ക്കൊരു ചെറുപ്പക്കാരനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ആ ചെറുപ്പക്കാരനെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി സെല്ലിലടച്ചു. കുറച്ചു നേരം കഴിഞ്ഞപ്പോ ആളെ ആദ്യം കയറ്റിയ മയക്കുമരുന്ന് ഡോസ് അയച്ചപ്പോ രണ്ടാമത് പോലീസുകാരോട്, സാറേ ഒരു കഞ്ചാവ് കിട്ടും. പോലീസുകാരനോട് കഞ്ചാവ് ചോദിക്കണേ, സാറേ കഞ്ചാവ് കിട്ടുമോ ചോദിച്ചു. പോലീസുകാരൻ പറഞ്ഞു അവിടെ പോയിക്കടാ. അങ്ങനെ വീണ്ടും സെല്ലിലോട്ട് പോയി. കുറച്ച് കഴിഞ്ഞപ്പോ സഹിക്കാൻ കഴിയാതെ വീണ്ടും വന്ന്, സാറേ ഒരു കഞ്ചാവ് കൊണ്ടു വെച്ചു. വീണ്ടും ചെറുപ്പക്കാരൻ. അപ്പൊ സാറ് വീണ്ടും പോയിരിക്കണം അവിടെ. കുറച്ച് സമയത്തിന് ശേഷം ആ ചെറുപ്പക്കാരൻ കാട്ടിരുന്നറിയോ, എന്റെ പൊന്നുപ്പാ, എന്റെ മകൻ മയക്കുമരുന്നിന് അടിമയായി പോയാ പിന്നെ ജീവിതം കുട്ടിച്ചോരാ.
നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് മക്കളെ നല്ലവണ്ണം ശ്രദ്ധിക്കണേ. ഞാൻ ജോലി ചെയ്യുന്ന കോഴിക്കോട് ജില്ലയിലെ ബീച്ച് ഭാഗത്ത് എത്രയോ കേസുകൾ ഉണ്ടായിട്ടുണ്ട്. അതിലൊന്നാണ് നിങ്ങളോട് ഞാൻ സംസാരിക്കുന്നത്. ആ ചെറുപ്പക്കാരൻ സെല്ലിൽ നിന്ന് ഓടി വന്നിട്ട് സെല്ലിലുള്ള ആ കുട്ടിയെ പിടിക്കുകയാണ്, തലയിടിക്കുകയാണ്. വീണ്ടും ആ ഇരുമ്പിന്റെ പാളിയിൽ തലയിടിച്ചു പൊളിച്ചു. ആ സമയത്ത് പോലീസുകാർ മനസ്സിലാക്കിയത് ഗൗരവത്തിന്റെ കളിയാ. ആ സമയത്ത് സെല്ല് തുറന്നിട്ട് ആ ചെറുപ്പക്കാരനെ പിടിക്കാൻ നോക്കി. 1, 2, 3 പോലീസുകാരെ പിടിച്ചിട്ട് നിൽക്കുന്നില്ല. മയക്കുമരുന്നിനോടുള്ള അഭികാമ്യമായ പ്രേമമാണ്, സ്നേഹമാണ്, കിട്ടാതെ കൂട്ടാക്കുന്നില്ല. ആ സമയത്ത് ആ ചെറുപ്പക്കാരനെ കൂട്ടിയിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി വേണ്ട പരിചരണമെല്ലാം നൽകിയിട്ട് വീണ്ടും സെല്ലിലേക്ക് കൊണ്ടുവന്നു. സെല്ലിൽ കിടന്നപ്പോൾ 10 മിനിറ്റുകൾക്ക് ശേഷം വീട്ടിൽ നിന്നും തന്റെ മാതാവ് വരികയാണ്. എന്റെ പൊന്നുമ്മ, ഈ അവസ്ഥ വരാൻ പാടില്ല. അല്ലാഹു താക്കട്ടെ. റബ്ബേ, ഞങ്ങളുടെ മക്കളെ സ്വാലിഹീകളാക്കണേ അല്ലാ. മയക്കുമരുന്നിന് അടിമയാക്കല്ലേ റബ്ബേ. റബ്ബേ, ഞങ്ങളുടെ മക്കളെ മയക്കുമരുന്നിന് അടിമയാക്കല്ലേ നാഥാ. ഞങ്ങളുടെ മക്കളെ സ്വാലിഹീകളാക്കണേ തമ്പുരാനെ. ആ ചെറുപ്പക്കാരനുണ്ടല്ലോ, സെല്ലിൽ നിന്നും എണീറ്റു അങ്ങകലേക്ക് നോക്കിയപ്പോ തന്നെ താരാട്ട് പാടി ഉറക്കിയ തന്റെ പൊന്നുമ്മയല്ലേ കടന്നു വരുന്നത്. തന്റെ പൊന്നുമാനെ കണ്ടപ്പോ ആ ചെറുപ്പക്കാരൻ പോലീസുകാരനോട് പറഞ്ഞു, സാറേ എന്നെ ഒന്ന് തുറന്നു വിടണേ. അദ്ദേഹത്തിന്റെ മയക്കുമരുന്നിനോടുള്ള പൂതിയെല്ലാം തീർന്നു. അദ്ദേഹം പറഞ്ഞു, കഞ്ചാവിനോടുള്ള പൂതിയെല്ലാം തീർന്നിട്ട് പറഞ്ഞു, സാറേ എന്റെ പൊന്നുമ്മയാ കടന്നു വരുന്നത്. ഞാൻ ഈ സെല്ലിൽ ഇതേ വേഷത്തിൽ നിൽക്കുമ്പോ എന്റെ ഉമ്മയെങ്ങാനും എന്നെ കണ്ട നെഞ്ചു പൊട്ടി മരിച്ചു പോകും സാർ. അതുകൊണ്ട് എന്നെ തുറന്നു വിടണേ. ഞാൻ ഇങ്ങോട്ടും ഓടിപ്പോവില്ല. ഒരു കുട്ടിയെ പോലെ നിർമ്മല്യതോടുകൂടെ ആ ചെറുപ്പക്കാരൻ പോലീസുകാരനോട് പറഞ്ഞപ്പോ സെല്ല് തുറന്നു കൊടുത്തു. ഉമ്മ പഠിച്ച കുട്ടി കയറി വരുമ്പോ ഉമ്മയിലേക്ക് ഓടിപ്പോയിട്ട് ചെറിയ മക്കൾ ഒപ്പിരിക്കുന്നത് പോലെ ചാടി ഇരുന്നു കൊണ്ട് പറഞ്ഞു, ഉമ്മ നമുക്ക് ജീവിക്കണ്ട, ഉമ്മ നമുക്ക് ഈ ജീവിതം വേണ്ട, ഉമ്മ എന്റെ ജീവിതം നഷ്ടപ്പെട്ടു പോയി. 3 മാസങ്ങൾക്ക് മുമ്പ് എന്റെ ഇക്കയും പോയല്ലോ ഉമ്മ. അതുകൊണ്ട് നശിച്ച ജീവിതം നമുക്ക് വേണ്ട ഉമ്മ, നമുക്ക് ആത്മഹത്യ ചെയ്യാം. 3 മാസം തന്റെ ജ്യേഷ്ഠനും പോയി എന്നുള്ള വാക്ക് പോലീസുകാരൻ ഉമ്മയോട് വിശദ വിവരങ്ങളൊക്കെ അന്വേഷിച്ചു. ഉമ്മ പറഞ്ഞു, ഇന്നാലിന്റെ ഭാഗത്ത് ഈ ഇടയ്ക്ക് ഒരു സംഭവം നടന്നിരുന്നു. പോലീസുകാരൻ ഓർത്തെടുത്തു. ആ പോലീസുകാരൻ അനുഭവം പങ്കുവെക്കുകയാണ്. 3 മാസങ്ങൾക്ക് മുമ്പ് ഒരു കുറ്റിക്കാട്ടിൽ നിന്നും ഒരു ശരീരം, ഒരു ജഡത്തെ ഞങ്ങള് എന്ത് ചെയ്തിരുന്നു? കണ്ടുപിടിച്ചിരുന്നു. ആ സമയത്ത് കണ്ടെടുത്ത ശരീരത്തിന്റെ ഓരോ അവയവങ്ങളിലും മയക്കുമരുന്നിന്റെ അംശം കുത്തിവെച്ചിട്ട് ഇനി സൂചി വെക്കാൻ സ്ഥലമില്ല. ശരീരത്തിന്റെ ഏതെല്ലാം ഭാഗത്തുണ്ടോ ആ ഭാഗത്ത് മുഴുവനും മയക്കുമരുന്നിന്റെ അംശം കുത്തിവെച്ചിട്ട് ശരീരത്തിൽ ഒരു പഴുത് പോലുമില്ല. അവസാനം എങ്ങനെയാണെന്നറിയോ? ആ ചെറുപ്പക്കാരൻ ലോകത്തോട് പറഞ്ഞത്, എന്റെ കാപ്പിലെ ഉമ്മ, എന്റെ ഉപ്പ, നിന്റെ മക്കൾക്ക് ഈ ഗതി വരരുതേ, ഒന്ന് ശ്രദ്ധിക്കണേ. മയക്കുമരുന്നിനോടുള്ള സ്നേഹം കൊണ്ട് വിലസുന്ന മക്കളും വിതുമ്പുന്ന മാതാപിതാക്കളും സാഹചര്യത്തിന്റെ പ്രഭാഷണം നടത്തുമ്പോ ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു, നിങ്ങൾക്ക് ആർക്കും ഈ ഗതി വന്നു പോവരുത്. തന്റെ പുണ്യസ്ഥാനത്തിന്റെ നരമ്പിലുണ്ടതാ അവസാനമായി ആ ചെറുപ്പക്കാരൻ സൂചി കയറ്റുകയാ. നിമിഷ നേരങ്ങൾക്ക് ശേഷം അദ്ദേഹം ലോകത്തോട് ഇവിടെ പറഞ്ഞു. ഈ കേസാണ് 3 മാസങ്ങൾക്ക് ശേഷം ആ സ്റ്റേഷൻ പരിധിയിൽ നടന്നത്. അതാണ് ആ ചെറുപ്പക്കാരൻ പറഞ്ഞത്. 3 മാസങ്ങൾക്ക് മുമ്പ് ഈ കേസാണ് ആ സ്റ്റേഷൻ പരിധിയിൽ നടന്നത്. അതാണ് ആ ചെറുപ്പക്കാരൻ പറഞ്ഞത്. 3 മാസങ്ങൾക്ക് മുമ്പ്
എന്റെ ഏട്ടനും പോയി, എന്റെ ജ്യേഷ്ഠനും പോയി. അതുകൊണ്ട് ഈ നശിച്ച ജീവിതം നമുക്ക് വേണ്ട. ലോകത്തോട് ഇവിടെ പറയാ, നമുക്ക് ആത്മഹത്യ ചെയ്യാം. വളരെ മോശപ്പെട്ട ഒരവസ്ഥയിലേക്ക് മക്കൾ എത്തിക്കൊണ്ടിരിക്കുന്നു. ഉമ്മയെ പഠിപ്പിച്ചു കൊടുക്കാൻ, ഉപ്പയുടെ വില മനസ്സിലാക്കാൻ സമൂഹത്തിന് നേരമില്ല. ഉമ്മയോട് ഒരല്പമെങ്കിലും സ്നേഹമുണ്ടെങ്കിൽ, ഉപ്പയോട് ഒരല്പമെങ്കിലും സ്നേഹമുണ്ടെങ്കിൽ മക്കൾ ഒരിക്കലും തെറ്റിലേക്ക് പോകില്ല. മക്കളെ വളർത്തേണ്ട രീതി അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓരോ വയസ്സിടവിട്ട് പഠിപ്പിക്കുന്നുണ്ട്. മക്കളെ വളർത്തേണ്ടത് അങ്ങനെയാണ്, സ്നേഹവാത്സല്യത്തോടുകൂടെ വളർത്തേണ്ട ഒരു പ്രായം. ആ സമയത്ത് അങ്ങനെ തന്നെ വളർത്തണം. ഗൗരവത്തിൽ വളർത്തേണ്ട ഒരു സമയമുണ്ട്, ആ സമയത്ത് അങ്ങനെ തന്നെ വളർത്തണം. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് എന്തെങ്കിലും സംഭവിച്ചിട്ട് അങ്ങനെ സംഭവിച്ചല്ലോ എന്ന് ഖേദിക്കേണ്ട അവസ്ഥ നമുക്ക് വരരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മക്കളെ സ്വാലിഹീങ്ങളാക്കി തരട്ടെ. റബ്ബേ, ഞങ്ങളുടെ മക്കളെ സ്വാലിഹീങ്ങളാക്കണേ നാഥാ. കഞ്ചാവിനും മയക്കുമരുന്നിനും അടിമയാകല്ലേ റബ്ബേ. അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഒരാൾ വന്ന് ചോദിക്കുകയാണ്, അല്ലാഹുവിന്റെ റസൂലേ, മൻ അബറു യാ റസൂലല്ലാഹ്, മൻ അബറു യാ റസൂലല്ലാഹ്. അല്ലാഹുവിന്റെ പ്രവാചകരെ, ലോകത്ത് ഞാൻ ഏറ്റവും ഗുണം ചെയ്യേണ്ടത് ആർക്ക് വേണ്ടിയിട്ടാണ്? ലോകത്ത് ഞാൻ ഗുണം ചെയ്യേണ്ടത് ആർക്ക് വേണ്ടിയിട്ടാണ്? അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഖാല ഉമ്മക, നിന്റെ ഉമ്മയോട് നീ ഗുണം ചെയ്യണേ. ചോദ്യകർത്താവ് വീണ്ടും ചോദ്യം ഉയർത്തി, അല്ലാഹുവിന്റെ പ്രവാചകനെ, ഉമ്മയ്ക്ക് ശേഷം ആർക്കാണ് ഞാൻ വീണ്ടും ഗുണം ചെയ്യേണ്ടത്? അവിടെ നിന്ന് പഠിപ്പിച്ചത്രേ, കാലം നിന്റെ ഉമ്മയോടാണ് മോനെ. വീണ്ടും ചോദ്യകർത്താവ് വീണ്ടും ചോദ്യം ഉയർത്തുകയാണ്, പിന്നാരോടാണ് പ്രവാചകരെ ഞാൻ നന്ദി ചെയ്യേണ്ടത്? മൂന്നാമതും പറഞ്ഞല്ലോ ഉമ്മക്ക. മൂന്നാമതും നിന്റെ ഉമ്മയോടെന്ന് പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. പിന്നാരെന്ന് ചോദിച്ചപ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞല്ലോ സുമ്മ അബാ, ഉമ്മക്ക് സ്ഥാനം. പിന്നെ നാലാമത് ഉപ്പാക്കാണ് സ്ഥാനം നൽകുക. 3 സ്ഥാനവും ഉമ്മ കൊണ്ടുപോയി. ഉമ്മക്ക് അത്രയും മഹത്വമുണ്ട്. വിലസിലുന്ന മക്കളും ഇതുപോലുള്ള മാതാപിതാക്കളും നിമിഷമാക്കി സംസാരിക്കുമ്പോ ഉമ്മാക്ക് മാത്രം മഹത്വം കൊടുത്താൽ പോരല്ലോ, ഉപ്പാക്ക് കൊടുക്കണ്ടേ മഹത്വം? ഇൻഷാ അല്ലാഹ് ഉപ്പയുടെ മഹത്വം പറയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആഫിയത്തുള്ള ദീർഘായുസ്സ് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. മരണപ്പെട്ടു പോയ മാതാപിതാക്കൾക്ക് അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകട്ടെ. ജീവിച്ചിരിക്കുന്നവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സ് പ്രദാനം ചെയ്യട്ടെ. ഒരു 3 സ്വലാത്ത് ബിഫദ്ലി സല്ലല്ലാഹു അലാ اللهم صل على محمد يا ربي صل عليه وسلم. ലോകത്തൊരു സാഹിത്യകാരനും പറയാത്ത വാക്കല്ലേ പ്രവാചകൻ. അലയടിക്കുന്ന പാരാവാരത്തിലൂടെ പറക്കുന്ന നൗകകൾക്ക് വെളിച്ചം വീശി വിളക്കമാടങ്ങൾ പോലെ ലോകത്തിനൊന്നും പ്രജല ശോഭയായി ലോകപ്രവാചകർ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഉമ്മയെ കുറിച്ച് പറഞ്ഞതെന്താ? അൽ ജന്നത്തു തഹ്ത അഖദാമിൽ ഉമ്മഹാത്ത്. നിന്റെ ഉമ്മാക്ക് താഴ്മ ചെയ്യാതെ, നിന്റെ ഉമ്മയോട് കരുണ കാട്ടാതെ, നിന്റെ ഉമ്മാക്ക് വേണ്ടി ദുആ ചെയ്യാതെ ഒരിക്കലും നിനക്ക് സ്വർഗ്ഗം ലഭിക്കില്ലെന്ന് ലോകത്തിന്റെ നേതാവ് നബി മുഹമ്മദ് മുസ്തഫ അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞ
കിടക്കണമെങ്കിൽ എന്റെ പൊന്നു സഹോദര, എന്റെ സഹോദരി, ഉമ്മ എന്ന സ്വർഗത്തിലെത്തണമെങ്കിൽ അൽ അബു ഔസതു അബ്വാബിൽ ജന്ന, ലോകത്തിന്റെ നേതാവ് നബി മുഹമ്മദ് മുസ്തഫ, ഉമ്മ എന്ന സ്വർഗത്തിലേക്കുള്ള റൂട്ട് തിരിക്കുന്നത് നിന്റെ ഉപ്പയാണെന്ന് ലോകത്തിന്റെ നേതാവ് നബി മുഹമ്മദ് മുസ്തഫ, സ്വാദിഖുൽ മസ്ദൂഖ് നബി മുഹമ്മദ് മുസ്തഫ, നിന്റെ ഉപ്പയിലൂടെ മാത്രമേ നിന്റെ ഉമ്മ എന്ന സ്വർഗത്തിലേക്ക് എത്താൻ കഴിയുള്ളൂ. മാതാപിതാക്കളോട് അതുപോലെ കാണിച്ചാൽ, അവരെ ഒരുപ്പിച്ചാൽ സ്വർഗമെന്ന മഹാഗേഹം നിനക്ക് നഷ്ടപ്പെടുമെന്ന് ലോകത്തിന്റെ നേതാവ് നബി മുഹമ്മദ് മുസ്തഫ. 3 സ്ഥാനം ഉമ്മ കൊണ്ടുപോയല്ലോ. മാതാവിനെ തിരിച്ചറിയാത്ത മക്കള്, മാതാവിനെ തിരിച്ചറിയാത്ത മക്കളുടെ കാലഘട്ടം വന്നു. മാതാപിതാക്കൾക്ക് വില കൽപ്പിക്കാത്ത മക്കളുടെ കാലഘട്ടം വന്നു. എന്റെ കാപ്പിലെ ഉമ്മ, എന്റെ സഹോദര, എന്റെ ഉപ്പ, അല്ലാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ചു, നിന്റെ ഉമ്മയെ പരിഗണിച്ചില്ലെങ്കിൽ, നിന്റെ ഉപ്പയെ പരിഗണിച്ചില്ലെങ്കിൽ അല്ലാഹു ദുനിയാവിൽ നൽകുന്ന ശിക്ഷ എന്താ? അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാപ്പിലെ നിന്റെ വീടിന്റെ ഉൾമുറിയിൽ കിടന്നിറങ്ങുന്ന നിന്റെ ഉപ്പാക്ക്, നിന്റെ ഉമ്മാക്ക് നീ പരിഗണന കൊടുത്തില്ലെങ്കിൽ നാളെ നിനക്ക് വരാൻ പോകുന്ന ശിക്ഷ എന്താ? അല്ലാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ചു തുടങ്ങി. എന്തേ പ്രവാചകൻ പറഞ്ഞത്? ലാ യസ്ലമു അഖുൽ വാലിദീൻ ഇന്തിസാഇൽ ബർകാ മിൻ ഉംരിഹി. ലാ യസ്ലമു, ഒരിക്കലും രക്ഷപ്പെടില്ല എന്നാണ് അതിന്റെ അർത്ഥം. ആ പദത്തിന്റെ അർത്ഥം അത് തന്നെയാ. അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, ഒരിക്കലും നീ രക്ഷപ്പെടില്ല പൊന്നുമോനെ. അഖുൽ വാലിദീൻ, നിന്റെ ഉമ്മയെ പരിഗണിക്കാതെ, നിന്റെ ഉപ്പയെ പരിഗണിക്കാതെ ഒരിക്കലും നീ രക്ഷപ്പെടില്ല. ഒന്നാമതായി അത് നൽകുന്ന ശിക്ഷ എന്താ? എന്റെ പൊന്നു ചെറുപ്പക്കാരാ, നിന്റെ ഉമ്മാനെ നീ പരിഗണിക്കാതെ, നിന്റെ ഭാര്യയുടെ വാക്ക് കേട്ടുകൊണ്ട്, നിന്റെ ഉമ്മാനെ പരിഗണിക്കാതെ, നിന്റെ ഭാര്യയുടെ വാക്ക് കേട്ടുകൊണ്ട് നീ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയില്ലേ? നിന്റെ ഉമ്മയെ നീ പിടിച്ചില്ലേ? നിന്റെ ഉപ്പയെ നീ പിടിച്ചില്ലേ? മക്കൾ ബക്കറ്റുമായി വരുന്നുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ മഹല്ലിൽ ഒരുപാട് വിദ്യാർത്ഥികൾ ദർസ് പഠിക്കുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല നല്ല ആലിമുകളാക്കി അല്ലാഹു അവരെ മാറ്റി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പോറ്റുമ്മ വഫാത്തായപ്പോ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പോറ്റുമ്മ വഫാത്തായപ്പോ അലിയാരി തങ്ങളുടെ ഉമ്മ മരണപ്പെട്ടു പോയപ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആ ഖബറിന്റെ അരികിലേക്ക് ഇരിക്കുകയാണ്. എന്നിട്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞത്രേ, ഉമ്മീ ബഅദ ഉമ്മീ. അല്ലാഹുവിന്റെ പ്രവാചകൻ ഉമ്മയോട് പറയുകയാണ്, പോറ്റുമ്മയോട് പറയുകയാണ്, എന്റെ ആമിനുമ്മ ലോകത്തോട് വിട പറഞ്ഞു പോയപ്പോ എന്നെ പോറ്റി വളർത്തിയത്, അല്ലലില്ലാതെ അലറ്റില്ലാതെ എനിക്ക് ഭക്ഷണം നൽകിയത്, പ്രത്യേകം എന്നെ പരിഗണിച്ചത് ഉമ്മയല്ലേ ഉമ്മ. പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പോറ്റുമ്മയെ പോലെ അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ ദുആ ചെയ്യുകയാ. അല്ലാഹുവിന്റെ പ്രവാചകൻ ഉമ്മാക്ക് വേണ്ടി ദുആ ചെയ്യുകയാണ്. അവർ വിശാലമാക്കാൻ റബ്ബേ, പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ഉമ്മാക്ക് വേണ്ടി ദുആ ചെയ്യില്ലേ? ഇങ്ങനെ ദുആ ചെയ്യാൻ നിങ്ങൾക്ക് മക്കൾ വേണ്ടേ? എന്റെ ഉമ്മ കാപ്പിലെ എന്റെ ഉമ്മ, അങ്ങനെ ദുആ ചെയ്യാൻ നിങ്ങൾക്ക് മക്കൾ വേണ്ടേ? കാപ്പിലെ എന്റെ ഉപ്പ, അങ്ങനെ ദുആ ചെയ്യാൻ നിങ്ങൾക്ക് മക്കൾ വേണ്ടേ? നിങ്ങളുടെ ദർസിലെ മക്കള് ആരെങ്കിലും മരണപ്പെട്ടു പോയാ നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യും. എനിക്ക് ഭക്ഷണം നൽകിയ നാട്ടുകാരാണ്, റബ്ബേ നീ മഗ്ഫിറത്തും റഹ്മത്തും കൊടുക്കണേ അല്ലാഹ്. എനിക്ക് ഭക്ഷണം നൽകിയ ഉമ്മയാ, എന്നെ പരിഗണിച്ച ഉമ്മയാ, എന്നെ പരിഗണിച്ച ഉപ്പയാണെന്ന് പറഞ്ഞ് അല്ലാഹുവോട് ദുആ ചെയ്താ മുതഅല്ലിമിന്റെ ദുആ അല്ലാഹ് തട്ടൂല.
ഉണ്ടാകും. തന്റെ ഉസ്താദിനെ കാണുമ്പോ ശിഷ്യൻ ബൈക്കിൽ നിന്ന് ഇറങ്ങിക്കൊണ്ട് തന്റെ ഉസ്താദിനോട് ബഹുമതി കാണിക്കുന്നത് പോലെ മുത്തഅല്ലിമിനെ കാണുമ്പോ മലായികത്ത് മലായികത്തിന്റെ ചിറകുകളതാ അവർക്ക് വേണ്ടി വിരിച്ചു കൊടുക്കുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു റഹ്മത്തിന് വേണ്ടി ദുആ ചെയ്യുകയാ. ആ ദുആ നിങ്ങൾക്ക് വേണ്ടി ഉപ്പാ ലോകത്ത് ആർക്കും പറയാത്ത പവിത്രതയാണ് മുത്തഅല്ലിമിനെ പറഞ്ഞത്. ഒരു മുത്തഅല്ലിമ് ഒരു മൈതാനിലേക്ക് കയറിപ്പോയാ, ഒരു ഗ്രൗണ്ടിലേക്ക് കയറിപ്പോയാ, ആ ഗ്രൗണ്ട് മുഴുവനും മഗ്ഫൂറാ, അവർക്കെല്ലാവർക്കും പൊരുത്തപ്പെട്ടു കൊടുക്കുമെന്ന് ലോകത്തിന്റെ നേതാവ് നബി മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് നിങ്ങൾ പരിഗണിക്കണേ. ഇൻഷാ അല്ലാഹ് വിലസുള്ള മക്കളും വിധുമന്ത മാതാപിതാക്കളും എന്ന വിഷയം പറയുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു ശ്രദ്ധിച്ച് കേൾക്കണേ, നിന്റെ ജീവിതത്തിലെ ബറക്കത്തല്ല എടുത്തു കളയണടാ. അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു നിന്റെ ബറക്കത്തല്ല എടുത്തു കളയും കേട്ടോ. എന്റെ ബറക്കത്ത് എന്റെ ഭർത്താവിന്റെ കൂടെ ഒറ്റയ്ക്ക് ജീവിക്കാൻ ആഗ്രഹം വെച്ചുകൊണ്ട് എന്റെ ഉമ്മയെ പീഡിപ്പിച്ച പെങ്ങളെ എനിക്ക് കേൾക്കണോ? മാതാപിതാക്കളുടെ മുമ്പില് തന്റെ ശരീരം വെക്കേണ്ടി വരുമെന്നല്ലേ അതിന്റെ അർത്ഥം? അവന്റെ ആയുസ്സല്ല ചുരുക്കുമെടാ. മാതാപിതാക്കളെ ഉപദ്രവിച്ചാൽ, അവനെ വേദനിപ്പിച്ചാൽ അവന്റെ ജീവിതത്തില് ബർക്കത്തല്ലെടുത്ത് കളയും, അവന്റെ ആയുസിന്റെ ബർക്കത്തല്ലെടുത്ത് കളയും, അവന്റെ ആയുസ് ചുരുങ്ങി പോകുമെന്നല്ലേ പ്രവാചകൻ പറഞ്ഞത്? അവൻ പെട്ടെന്ന് ലോകത്തോട് വിട പറയുന്ന സാഹചര്യങ്ങൾ ഒരുങ്ങി വരുവാ. അതുകൊണ്ട് ഉമ്മയെ പരിഗണിക്കണേ, ഉപ്പയെ പരിഗണിക്കണേ. റബ്ബേ, മരണപ്പെട്ടു പോയ ഞങ്ങളുടെ മാതാപിതാക്കള് ആറടി മണ്ണിന്റെ ഉള്ളില് ഈ കാപ്പിയുമാ മസ്ജിദിന്റെ പരിസരത്തുണ്ട്. എന്തെങ്കിലും അപാകതകൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ വിട്ടുപുറത്ത് മാഫാക്കണേ അല്ലാ. ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് പൊറുക്കണേ നാഥാ. ഒന്നാമതായ പ്രവാചകൻ പറഞ്ഞത് അവൻ ഒരിക്കലും രക്ഷപ്പെടില്ല. എന്തിൽ നിന്ന് രക്ഷപ്പെടില്ല? അവന്റെ ജീവിതത്തിൽ ആയുസ് വർദ്ധിക്കുക എന്നതിൽ നിന്ന് അവന്റെ ബറക്കത്തല്ല എടുത്തു കളയുമെടാ. രണ്ടാമതായി പറയുന്നു ജീവിതത്തിൽ 1000 കിട്ടിയാൽ 10,000 ആക്കണമെന്നും 10,000 കിട്ടിയാൽ ലക്ഷങ്ങൾ സമ്പാദിക്കണമെന്നും ആഗ്രഹത്തോടുകൂടെ ജീവിക്കുന്ന നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, മാതാപിതാക്കൾ അവഗണിച്ചു കഴിഞ്ഞാൽ മുഹമ്മദ് മുസ്തഫ നിന്റെ ജീവിതത്തിലെ റിസ്ക് അല്ലാഹ് കുറച്ചു കളയുമെടാ. നീ എന്ത് ബിസിനസ് ചെയ്താലും അതിനല്ലാണ്ട് ബർക്കത്തുണ്ടാവില്ല. നിന്റെ ജീവിതത്തിൽ അല്ലാഹ് കണക്കാക്കിയ റിസ്കിൽ നിന്നും അല്ലാഹ് കുറച്ചു കളയുമെന്ന് ലോകത്തിന്റെ നേതാവ് പഠിപ്പിച്ചില്ലേ? പിന്നെയോ മൂന്നാമത്തെ ശിക്ഷ എന്തെന്നറിയോ? ദുനിയാവിൽ നിന്ന് വാങ്ങിപ്പോകുന്ന മൂന്നാമത്തെ ശിക്ഷ എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, എത്ര കരഞ്ഞിട്ട് ദുആ ചെയ്താലും, എത്ര കണ്ണുകൊണ്ട് ദുആ ചെയ്താലും, ധാരധാരയായി കണ്ണുനീരൊഴുകിയാലും നിന്റെ ഉമ്മയെ പരിഗണിച്ചില്ല, നിന്റെ ഉമ്മയെ നീ പരിചരിച്ചില്ല, അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തിട്ടില്ല. എത്ര ദുആ ചെയ്താലും റബ്ബ് നിന്റെ ദുആനെ സ്വീകരിക്കില്ലടോ. പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. ബഹുവന്നനായ അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു ചരിത്രം നിങ്ങൾ കേട്ടിട്ടില്ല? അലിയാർ തങ്ങളുടെ അടുത്തേക്ക് ഒരു ആളെ കടന്നു വരികയാണ്. അദ്ദേഹം പറഞ്ഞത്രേ, അലിയാർ തങ്ങളെ, എന്റെ ജീവിതത്തിൽ ഒരുപാട് സംരംഭങ്ങൾ ഞാൻ തുടങ്ങിയിട്ടുണ്ട്, എത്രയോ ബിസിനസ്സുകൾ ഞാൻ തുടങ്ങി വെച്ചിട്ടുണ്ട്, പക്ഷേ ഒന്നിലും ബർക്കത്തില്ല, ഒന്നും വിജയിക്കുന്നില്ല. എനിക്ക് പരീക്ഷണങ്ങളാണ് അടിക്കടിയായി വരുന്നത്. എന്തേ കാര്യമെന്നറിയോ? അലിയാര് തങ്ങൾ ചോദിച്ചു, ഓ സഹോദരാ, മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യാറുണ്ടോ?
ചെയ്യാതെ നിന്റെ ദുആഇനെ സ്വീകരിക്കില്ല. മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യാറുണ്ടോ? നീ എത്ര കരഞ്ഞ് ദുആ ചെയ്താലും മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യാറുണ്ടോ ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞു പണ്ടൊക്കെ ദുആ ചെയ്യാറുണ്ട്, ഇപ്പോഴൊന്നും ദുആ ചെയ്യാറില്ല. എന്താണ് പണ്ടൊക്കെ ദുആ ചെയ്യാറുണ്ട് നല്ലതാണോ, ഇപ്പോഴൊന്നും ഞാൻ ദുആ ചെയ്യാറില്ല. അപ്പൊ നിന്റെ ദുആ അല്ലാഹു സ്വീകരിക്കില്ല. ലോകത്തിന്റെ നേതാവ് പഠിപ്പിച്ചതല്ലേ, അല്ലാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ചില്ലേ? അല്ലാഹു സുബ്ഹാനഹു വ തആല നിന്റെ ദുആന് ഇസ്തിജാബ നൽകൂല, ഒരിക്കലും മുസ്തജീബാവാൻ കഴിയില്ല എന്ന് ലോകത്തിന്റെ നേതാവ് നബി മുഹമ്മദ് മുസ്തഫ. എത്ര ദുആ ചെയ്താലും അല്ലാഹു നിന്റെ ദുആ സ്വീകരിക്കില്ല മോനെ. മൂന്നാമത് കിട്ടുന്ന ശിക്ഷ എന്തെന്നറിയോ? വഹുവ മഗ്ലൂഫുൻ ബിഹുഖി അബ്നാഇഹി. നിന്റെ ഉമ്മാനെ വെറുപ്പിച്ച് നിന്റെ ഉപ്പാനെ വെറുപ്പിച്ച നാളെ നിന്നെ വെറുപ്പിക്കുന്ന മക്കള് നിനക്കുണ്ടാവുമെന്ന് ലോകത്തിന്റെ നേതാവ് നബി മുഹമ്മദ് മുസ്തഫ. നിന്റെ മക്കള് നിന്നെ പരിഗണിക്കില്ല. ഒരു കഥയിലേക്ക് നിങ്ങളെ ഞാൻ കൊണ്ടുപോകുന്നു. വളരെ ശീലതനായി കടന്നു വരുന്ന ഒരു പിതാവ് തന്റെ വീടിന്റെ മുമ്പിലെത്തി. അങ്ങനെ വീട്ടിലോട്ട് കയറുമ്പോൾ തന്റെ 3 മക്കളിൽ ഒരാളെ നല്ല ചിത്രം വരയ്ക്കുന്നുണ്ട്. ആ ചിത്രകാരനായ മകൻ നല്ലൊരു ചിത്രം വരയ്ക്കുന്നു. എന്തേ ചിത്രം? ഭാവിയിൽ വെക്കാൻ പോകുന്ന വീടിന്റെ ചിത്രമാണ്. ഭാവിയിൽ മക്കൾ ഉണ്ടാക്കാൻ പോകുന്ന വീടിന്റെ ചിത്രം ചർച്ച ചെയ്തിട്ട് ചെറിയ മക്കള്, പൊന്നു മക്കള്, 5, 6, 7 വയസ്സുള്ള ചെറിയ പൊന്നു മക്കള് ചിത്രം വരയ്ക്കുന്നുണ്ട്. ആ സമയത്ത് സന്തോഷത്തോടുകൂടെ വീട്ടിലേക്ക് കണ്ണുകൾ അങ്ങനെ തുറപ്പിച്ചു നോക്കിയ പിതാവ് മക്കളോട് ചോദിച്ചു, നല്ല ഭംഗിയുണ്ടല്ലോ മക്കളെ, ഇതെന്താണ് നിങ്ങൾ വരച്ചു കൂട്ടുന്നത്? അവിടെ നിന്ന് പറഞ്ഞു, ഭാവിയിൽ നിങ്ങൾ വെക്കാൻ പോകുന്ന വീടാണ്, ആ വീടാണ് നിങ്ങൾ വരച്ചുകൊണ്ടിരിക്കുന്നത്. ആ സമയത്ത് ഇത് മിൻഹയ്ക്കുള്ള റൂമാണ്, ഇത് ജമാലിനുള്ള റൂമാണ്, ഇത് ഷുഐബിനുള്ള റൂമാണ്. 3 മക്കളുടെ പേരും പറഞ്ഞു ആ വലിയ കുട്ടി. അങ്ങനെ അതാ ഇത് എനിക്കുള്ള റൂമാ, മിൻഹ മോൾക്കുള്ള റൂമാണ്. അങ്ങനെ 3 മക്കളുടെ പേരും പറഞ്ഞു. ഉപ്പ ചോദിച്ചു, ഉപ്പാക്ക് റൂമില്ലേ? പൊന്നു മക്കളെ, ഉപ്പയുടെ റൂം എവിടെയാണ്? അപ്പൊ ആ കുട്ടി ചൂണ്ടിക്കാണിച്ചു അകലേക്ക്, ചിത്രത്തിന്റെ അറ്റം ഭാഗത്തേക്ക് ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു, അകലെയുള്ളതാ, അറ്റാച്ച്ഡ് ബാത്റൂം ഇല്ലാത്ത, സുഖസൗകര്യങ്ങളില്ലാത്ത റൂമില്ലേ, വെളിച്ചം കുറവായ റൂമില്ല ഉപ്പ. ആ റൂമാണ് നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ സംവിധാനിച്ചത്. ആ സമയത്ത് ഉപ്പ ചോദിച്ചത്രേ, എത്രയോ വില നൽകിക്കൊണ്ട് കൊട്ടാരം കെട്ടിയിട്ടല്ലേ, അതിന്റെ ഉള്ളിലല്ലേ നിങ്ങളെ ഞാൻ വളർത്തിയത് മക്കളെ. ഇപ്പോഴും നിങ്ങൾ ആ വീടിനുള്ളിലേ ഇരിക്കുന്നത്. ആ വീടിന്റെ ഉള്ളിലിരുന്നു കൊണ്ട് എനിക്ക് ഉണ്ടാക്കുന്ന റൂം, എനിക്കുണ്ടാക്കിയ റൂം അറ്റാച്ച്ഡ് ബാത്റൂം ഇല്ലാത്ത, വെളിച്ചമെത്താത്ത റൂമാണല്ലോ പൊന്നു മക്കളെ. ആ സമയത്ത് ആ മൂത്ത കുട്ടി പറഞ്ഞത്രേ, ഉപ്പയുടെ ഉപ്പയെ ഉപ്പ കിടത്തിയത് എവിടെയാണ്? വെളിച്ചമില്ലാത്ത റൂമിലല്ലേ, ഞങ്ങൾ കണ്ടില്ലേ, അതുകൊണ്ടാണ് ഉപ്പാക്കും ആ റൂമിൽ ഞങ്ങൾ തീരുമാനിച്ചത്. അങ്ങനെ അതാ അദ്ദേഹത്തിന്റെ വാപ്പയുടെ അടുത്തേക്ക് ഓടിച്ചുകൊണ്ട് ഉപ്പയെ വാരിപ്പുണർന്നുകൊണ്ട് അദ്ദേഹം മാപ്പ് ചോദിക്കുകയാ, പൊരുത്തപ്പെടണേ ഉപ്പാ. അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, മുഹമ്മദ് മുസ്തഫ ലോകത്തിന്റെ നേതാവ്, സത്യത്തിന്റെ വാഹകന്, ഒരിക്കൽ പോലും കളവ് പറയാത്ത ലോകത്തിന്റെ നേതാവ് പഠിപ്പിച്ചു, തന്റെ മക്കള് കാരണം വഷളാവേണ്ട സാഹചര്യം വരുമെടാ. നിന്റെ ഉമ്മയെ പരിഗണിച്ചില്ലെങ്കിൽ, നിന്റെ ഉപ്പയെ പരിഗണിച്ചില്ലെങ്കിൽ നാളെ നിന്റെ മക്കള് നിന്നെ പരിഗണിക്കില്ലെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. 4ാമത്തെ ശിക്ഷയും അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഫിർദൽ വാലിദീ വസുഖത്തുല്ലാഹ് ഫിസുഖത്തിൽ വാലിദീ. അല്ലാഹുവിന്റെ തൃപ്തി അത് മാതാപിതാക്കളുടെ തൃപ്തിയാണ്. മാതാപിതാക്കൾ തൃപ്തിപ്പെട്ടില്ലെങ്കിൽ, പൊരുത്തില്ലെങ്കിൽ അല്ലാഹുവിന്റെ തൃപ്തിയില്ല. അല്ലാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ചു, അല്ലാഹുവിന്റെ
ഉണ്ടാവില്ല. ഒരു ബർക്കത്ത് അല്ലാഹുവിന്റെ കോപം കിട്ടിയവന്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല. മാതാപിതാക്കളെ കോപത്തിലാണെന്ന് അഷ്റഫുൽ ഖൽഖ് നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് അല്ലാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ചു. അങ്ങനത്തെ ശിക്ഷകൾ ദുനിയാവിൽ വരാനുണ്ടെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അല്ലാഹുവിന്റെ പ്രവാചകൻ ഒരിക്കൽ പറഞ്ഞു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മാ മിൻ മുസ്ലിമി യുസ്ബിഹു അലിദാഹു അൻഹു റളിയാ. അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, തന്റെ മാതാപിതാക്കൾ രാവിലെ ഉണരുമ്പോ തന്റെ മക്കളെ കുറിച്ച്, തന്റെ മക്കളെ തൊട്ട് തന്റെ മക്കളുടെ അഭിപ്രായം നല്ല അഭിപ്രായത്തോടുകൂടെ തൃപ്തിയായിട്ടാണ് കിടക്കപ്പായിൽ നിന്ന് ഉണരുന്നതെങ്കിൽ കേൾക്കണോ, ഇല്ല കാനലഹു ബാബാനി മിനൽ ജന്ന, സ്വർഗ്ഗത്തിന്റെ 2 കവാടങ്ങൾ അവനിക്ക് വേണ്ടി അല്ലാഹു തയ്യാർ ചെയ്യുമെന്ന് അല്ലാഹുവിന്റെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. ബാബാ, സ്വർഗ്ഗത്തിന്റെ 2 കവാടങ്ങൾ തന്റെ മാതാപിതാക്കൾ തൃപ്തിയായി ഉണർന്നാൽ അവന് കൊടുക്കുമെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ഒരു മാതാവോ ഒരു പിതാവോ എങ്കില് ഒരു ബാബായിരിക്കും അവന് നൽകുക. പിതാവിനെ പരിഗണിച്ചിട്ടുണ്ട്, പിതാവ് തൃപ്തിയായി ഉണർന്നാൽ അവനൊരു സ്വർഗത്തിന്റെ വാതിലുണ്ട്. മാതാപിതാക്കൾ 2 ആളുണ്ടെങ്കിൽ 2 സ്വർഗത്തിന്റെ വാതിലുണ്ട്. അതിന്റെ അർത്ഥം നാളെ നീ സ്വർഗത്തിൽ നിർബന്ധമായും കടക്കുമെന്നല്ലേ അല്ലാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ചത്. വമാമിൻ മുസ്ലിമി യുസ്ലിഹു വാലിദാ അലൈഹി സാഹിതാൻ. മറക്കാതെ പ്രവാചകൻ വീണ്ടും പറഞ്ഞു, കോപിതരായിട്ടാണ്, ദേഷ്യപ്പെട്ടിട്ടാണ് മാതാപിതാക്കൾ ഉണരുന്നതെങ്കിൽ ഇതുപോലെ നരകത്തിന്റെ ബാബ്, നരകത്തിന്റെ വാതില് അവന് വേണ്ടി തയ്യാർ ചെയ്തിട്ടുണ്ടെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. മാതാപിതാക്കളെ തൃപ്തി കെടാതെ വലിയ ആലിമായിട്ടും വലിയ ഔലിയായിട്ടൊന്നും മാതാപിതാക്കളെ തൃപ്തിയില്ലാതെ കാര്യം ഉണ്ടാവില്ല. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു, മാതാപിതാക്കളെ തൃപ്തിയില്ലാതെ എന്റെ ഒരു അഅ്മാലും അല്ലാഹു സ്വീകരിക്കൂല. ഉമ്മയുടെ പൊരുത്തം വാങ്ങാൻ വലിയ ഔലിയായിട്ട് കാര്യമില്ല. ബഹുവന്നരായ ജുറൈജ് റളിയല്ലാഹുവിന്റെ ചരിത്രം നിങ്ങൾ കേട്ടിട്ടില്ലേ? എന്റെ കാപ്പിലെ ഉമ്മ മാതാവിന്റെ പൊരുത്തമില്ലാതെ ഈ എന്ത് ഇബാദത്ത് ചെയ്യണം കാര്യമില്ല. വീടിന്റെ ഉള്ളറയിൽ നിന്നുകൊണ്ട് അല്ലാഹുവിനെ വിളിച്ചിട്ട് കാര്യമില്ല. മാതാപിതാക്കളെ തൃപ്തി വാങ്ങണേ. ബഹുവന്നരായ ജുറൈജ് റളിയല്ലാഹുവിന്റെ ചരിത്രത്തിലേക്ക് നിങ്ങൾ ക്ഷണിക്കുകയാണ്. ജുറൈജ് റളിയല്ലാഹു വലിയ മഹാനായ പണ്ഡിതനാണ്, വലിയാണ്. അദ്ദേഹം അതാ മലയോരങ്ങളിലേക്ക് പോകുന്നു. എന്തിനു വേണ്ടിയാണ് പോകുന്നത്? ആരാധനയ്ക്ക് വേണ്ടിയാണ്. ഒറ്റയ്ക്കുള്ള ജീവിതം നയിക്കുകയാണ്. മണ്ണിനാനുള്ള കൂല കെട്ടുകയാണ്. ആ കൂല കെട്ടിയിട്ട് അതിന്റെ ഉള്ളിലാണ് അദ്ദേഹം താമസിക്കുന്നത്. അങ്ങനെ അദ്ദേഹം ഒരുപാട് സുന്നത്ത് നമസ്കരിക്കുന്നുണ്ട്. ഒരുപാട് സുന്നത്ത് നമസ്കാരങ്ങൾ നമസ്കരിക്കുന്നുണ്ട്. എന്റെ മാതാവ് ഒരു ദിവസം വന്നിട്ട് മോനെ ജുറൈജേ എന്ന് വിളിച്ചു. മകൻ കേട്ടില്ല. 2ാമത്തെ ദിവസവും മാതാവ് വന്നു, മോനെ ജുറൈജേ. വീണ്ടും മാതാവ് വിളിച്ചു. നിസ്കാരത്തിലുള്ള സുന്നത്ത് നമസ്കാരത്തിൽ ഉമ്മ വിളിച്ച വിളി കേൾക്കണം എന്ന് പഠിപ്പിക്കുന്നത് ഇസ്ലാം. അതിന്റെ ഭാഗം ഞാൻ എടുക്കുന്നില്ല. അല്ലാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ചു, മാതാപിതാക്കളെ തൃപ്തി കിട്ടിയിട്ട് നീ എന്ത് അഅ്മാലുകൾ ചെയ്താലും നിന്റെ അഅ്മാലുകളൊന്നും സ്വീകരിക്കില്ല. അദ്ദേഹം സുന്നത്ത് നമസ്കാരത്തിൽ തുടർന്ന് വീണ്ടും വിളിച്ചു, ജുറൈജേ. 3ാമത്തെ ദിവസവും വന്ന് വീണ്ടും ഉമ്മ വിളിക്കുകയാണ്. ആ സമയത്ത് ഉമ്മ പറഞ്ഞു, പ്രാർത്ഥിച്ചു, റബ്ബേ
വേശ്യയായ പെണ്ണിന്റെ മുഖം കണ്ടിട്ടില്ലാതെ മരിപ്പിക്കല്ല അല്ലാഹ്. ഒരു വേശ്യയായ പെണ്ണിന്റെ മുഖം കണ്ടിട്ടില്ലാതെ ലോകത്തോട് വിട പറയിപ്പിക്കല്ല റബ്ബേ എന്നും കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുകയാണ്. നാട്ടിൽ ചർച്ചയാ. ഒരു വേശ്യയായ പെണ്ണ് പറഞ്ഞു, നിങ്ങൾ സൗകര്യം ചെയ്തിരിക്കുകയാണെങ്കിൽ തുറയിച്ചിന് കാശ് പഴപ്പിക്കാം. അങ്ങനെ ഉണ്ടാവില്ല ശൈത്താന്റെ കൂട്ടാണ്. പെണ്ണ് പറഞ്ഞു, നിങ്ങൾ സൗകര്യം ചെയ്തു തരണം, നിങ്ങൾക്ക് സമ്മതം ഉണ്ടെങ്കിൽ ജുറൈജിനെ ഞാൻ പഠിപ്പിക്കാന്ന്. അങ്ങനെ ജുറൈജ് റളിയല്ലാഹു അൻഹുവിന്റെ അടുത്തേക്ക് ചെന്നു. എന്നിട്ട് ആ പെണ്ണ് കക്കയായി നിൽക്കുകയാ. നിസ്കാരത്തിലായിരുന്ന ജുറൈജ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ ചിന്തയിൽ അതാ മുഴുകിയിരിക്കുന്നു. ഒരു ഭാഗത്തേക്കും നോക്കുന്നില്ല. ഒരുപാട് നേരം ആ പെണ്ണ് അങ്ങനെ തന്നെ നിന്നു. പക്ഷേ അല്ലാഹുവിൽ മുഴുകിയിരിക്കുന്ന ജുറൈജ് തങ്ങൾ നോക്കുന്നില്ല. അങ്ങനെ ആ പെണ്ണടിയിലോട്ട് ഇറങ്ങി വന്നു. ഒരു ആട്ടിടയുമായി അങ്ങനെ ബന്ധം ചേരുകയാണ്. അങ്ങനെ ആ ബന്ധത്തിൽ കുറച്ച് മാസങ്ങൾക്ക് ശേഷം കുട്ടി ഉണ്ടാവുകയാണ്. അങ്ങനെ ആ കുട്ടിയതാ അങ്ങനെ ആ പെണ്ണതാ പ്രസവിക്കുകയാണ്. ആ കുട്ടിയുമായി ആ പെണ്ണ് നാട് മുഴുവനും പറഞ്ഞു നടന്നു, ഇത് ജുറൈജിന്റെ കുട്ടിയാ. ജുറൈജ് അല്ലാഹുവിന്റെ വലിയൊന്നുമല്ല, മോശക്കാരനാ. അത് പവറാണ്. ഒരിക്കലും അല്ലാഹു സുബ്ഹാനഹു വ തആല തട്ടൂല. ഏത് ദുആ ഉമ്മ എതിരെ പ്രാർത്ഥിച്ചാലും ഒരിക്കലും അല്ലാഹു തട്ടില്ലെന്ന് പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ ആ പെണ്ണ് വിളിച്ചു പറഞ്ഞു. ആളുകളെല്ലാം ഓടിച്ചെന്ന് മലമുകളിൽ ഓടിച്ചെന്നുകൊണ്ട് മണ്ണിനാൽ നിർമ്മിച്ച കൂര അടിച്ചു തകർക്കുകയാണ്. ജുറൈജ് തങ്ങൾ അടിക്കുന്നുണ്ട്, പലതും പറയുന്നുണ്ട്. അപ്പൊ ജുറൈജ് തങ്ങൾ പറഞ്ഞു, എന്തിനാ എന്നെ അടിക്കുന്നത്? ഞാൻ അല്ലാഹുവിന് വേണ്ടി ഒരു ഭാഗത്തിരുന്നു കൊണ്ട് നിസ്കരിക്കല്ലേ, ഞാൻ നന്മയല്ലേ ചെയ്യുന്നത്, എന്തിനെ എന്നെ അടിക്കുന്നു, എന്നെ തുടിക്കുന്നു, എന്തിനാ എന്ന് പറയണേ. ആ സമയത്ത് പറഞ്ഞത്രേ, വേശ്യയായ പെണ്ണിനെ ചൂണ്ടിയിട്ട്, ആ കുട്ടി നിന്റെ അല്ലേ ജുറൈജ്? ഇതാണ് കാര്യം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ കുട്ടി പറയട്ടെ ഞാനാണ് ആ കുട്ടിന്റെ പിതാവെന്ന്. ആ കുട്ടി ഒന്ന് പറയട്ടെ ഞാനാണ് ആ കുട്ടിന്റെ പിതാവെന്ന്. കുട്ടിയെ കൊണ്ടുവരാൻ പറഞ്ഞു. കുട്ടി സംസാരിക്കുകയാണ്. പ്രസവിച്ച കുട്ടികൾ സംസാരിച്ച കഥകൾ ഒരുപാട് ഇസ്ലാമിന്റെ ചരിത്ര താളുകളിൽ കാണാം. മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം, ഈസ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചരിത്രത്തിൽ കാണാം, ആശിഖ് നബിയുടെ ചരിത്രത്തിൽ കാണാം. അങ്ങനെ അതാ ജുറൈജ് തങ്ങള് ആ കുട്ടിയോട് സംസാരിക്കാൻ വേണ്ടി പറയുന്നു. ആ കുട്ടി പറഞ്ഞു, എന്റെ ഉപ്പ ഇതല്ല, ഈ കാണുന്ന മനുഷ്യൻ എന്റെ ഉപ്പയല്ല, മലമുകളിൽ മലഞ്ചെരുവിൽ ആളുമേക്കുന്ന ആട്ടിടറിയനാ എന്റെ പിതാവെന്ന് ലോകത്തോട് ആ കുട്ടി വിളിച്ചു പറഞ്ഞത്രേ. പക്ഷേ സംഭവിക്കേണ്ട കാര്യങ്ങളെല്ലാം സംഭവിച്ചു കഴിഞ്ഞു. ഉമ്മ എന്താ പറഞ്ഞത്? വേശ്യയായ പെണ്ണിന്റെ മുഖം കണ്ടിട്ടില്ലാതെ റബ്ബേ എന്റെ മകനെ നീ വിളിക്കല്ല. വേശ്യയായ പെണ്ണിന്റെ മുഖം കണ്ടിട്ടില്ലാതെ ലോകത്തോട് എന്റെ മകനെ നീ വിളിക്കല്ല റബ്ബേ, നിന്നിലേക്ക് കൊണ്ടുപോകല്ല റബ്ബേ എന്ന് ആത്മാർത്ഥമായ ദുആ ചെയ്തു. മക്കൾക്കെതിരെയുള്ള പ്രാർത്ഥന റബ്ബേ പെട്ടെന്ന് ഉത്തരം നൽകുന്നതാ. അതുകൊണ്ട് എന്റെ കാപ്പില ഉമ്മ ഒരിക്കൽ പോലും പറഞ്ഞു പോകരുത്, നശിച്ചു പോട്ടെ എന്നുള്ള വാക്കുണ്ട് ഉമ്മമാർ ഒരിക്കലും പറയാൻ പാടില്ല. മക്കള് കേടുവരാൻ കാരണം അതാ. ഒന്നാമത്തെ കാരണം നിന്റെ ദ്വാടുമ്മ. അതുകൊണ്ട് ഒരിക്കലും പറഞ്ഞു പോവല്ല. മാതാവിന്റെ ദ്വാവ് എതിരെയുള്ള ദ്വാവിന് ഉത്തരമുണ്ടെന്ന് ലോകത്തിന്റെ നേതാവ് അശറഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം 3 ദുആകൾക്ക് ഉത്തരമുണ്ടെന്ന് ലോകത്തിന്റെ നേതാവ് സലാത്തു ദഅവാതി യുസ്തജാബു ലഹുന്ന ലാ ശക്ക ഫീ. 3 ദുആകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉടനടി ഉത്തരം നൽകുമെന്ന് അശറഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ. 3 ദുആ. ആ 3 ദുആഇന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹു പെട്ടെന്ന് ഉത്തരം നൽകും. ഒന്നാമത്തെ ദുആ അലയടിക്കുന്ന പാഴാവാരത്തിലൂടെ പറക്കുന്ന
ശോഭയായി. അതിന്റെ പ്രവാചകർ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ദഅവത്തുൽ മദ്ലൂം, ആക്രമിക്കപ്പെട്ടവന്റെ പ്രാർത്ഥനയാണ്. ഒരാളെ കുറ്റം പറയാനും ഒരാളെ ട്രോളലും കാലഘട്ടമാണ് നമുക്കുള്ളത്. നിസ്കാരം കഴിഞ്ഞാൽ നമുക്ക് എന്താ പരിപാടി? തസ്ബീഹ് എടുക്കുക. എത്ര ആൾക്കാർ ജമാഅത്തിന് സുബ്ഹാനല്ലാഹ് എന്ന ചൊല്ലുന്നതിന്റെ പകരം ജമാഅത്തിന്റെ ആളിനെ എണ്ണെടുക്കുക. അതാണ് പണി. കുറ്റം പറയലും ട്രോളലുമാണ് ഇന്നത്തെ സമൂഹം. നിസ്കാരത്തിൽ പോലും ശ്രദ്ധയില്ലാത്ത സമൂഹം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ബോധം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലാ തഹ്ഖിറന്ന ഫിൽ മഅറൂഫി ശൈആ, നിങ്ങൾ ഒരു നന്മയുള്ള കാര്യത്തിലും ആരെയും നിങ്ങൾ വഷളാക്കരുത്, നിന്ദരാക്കരുത് എന്ന് ലോകത്തിന്റെ നേതാവ് പഠിപ്പിക്കുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകന് മദീന പള്ളിയിൽ ഇരിക്കുമ്പോ ആ സദസ്സിലേക്ക് ഒരു സ്വഹാബി കടന്നു വരികയാ. അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, ആദാ മിൻ അഹ്ലിൽ ജന്ന, ഈ കടന്നു വരുന്ന മനുഷ്യൻ സ്വർഗത്തിന്റെ അവകാശിയാണ്. വീണ്ടും അതാ പിറ്റേ ദിവസം അതേ സമയത്ത് കടന്നു വന്നു, ആദാ മിൻ അഹ്ലിൽ ജന്ന, ഈ കാണുന്ന മനുഷ്യൻ സ്വർഗത്തിന്റെ അവകാശിയാണെന്ന് മുത്തുനബിയാണ് പറയുന്നത്. സ്വഹാബാക്കളതാ തുറിച്ചു നോക്കുകയാണ്, ആരാണ് കടന്നു വരുന്നത്. മൂന്നാമത് ദിവസവും പറഞ്ഞു, ആദാ മിൻ അഹ്ലിൽ ജന്ന, സ്വർഗത്തിന്റെ അവകാശിയായ സ്വഹാബിയ ആ കടന്നു വരുന്നത്. അവിടെ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ നോക്കുകയാണ്. എന്നിട്ട് അദ്ദേഹത്തിന്റെ കൂടെ വീട്ടിലേക്ക് പോവാൻ സമ്മതം ചോദിക്കുന്നു. വിരുന്നിന് വരട്ടെ എന്ന് സമ്മതം ചോദിക്കുന്നു. അദ്ദേഹത്തിന്റെ കൂടെ വിരുന്നിന് പോകുകയാ. എന്തിനെ വിരുന്നിന് പോകുന്നത്? എന്നെ നിസ്കരിക്കുന്ന ആളാണ് അവന്, അങ്ങനെ പറ്റൂലല്ലോ എന്ന് ചിന്തിക്കാനല്ല. ഇവൻ എന്താണ് ഈ കാണുന്ന ആളെ കുറിച്ച് പ്രവാചകൻ എന്ന് പറയാനുള്ള കാരണം? പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വർഗത്തിന്റെ അവകാശിയാണെന്ന് പറയാനുള്ള കാരണം അന്വേഷിക്കാൻ വേണ്ടി പോയത്. അങ്ങനെ 3 ദിവസം കഴിഞ്ഞപ്പോൾ അദ്ദേഹം തിരിച്ചു വരാൻ വേണ്ടി പുറപ്പെടുന്ന സമയത്ത് അദ്ദേഹം ആ സ്വഹാബിയോട് പറഞ്ഞു, റസൂലുള്ളാഹി പറഞ്ഞു, ഹാദാ മിൻ അഹ്ലിൽ ജന്ന, സ്വർഗ്ഗത്തിന്റെ അവകാശിയാണെന്ന് 3 പ്രാവശ്യം നിങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിന്റെ കാര്യങ്ങൾ അന്വേഷിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, റസൂലുള്ളാഹി വെറുതെ ഒന്നും പറയില്ല, എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനങ്ങ് തിരിച്ചു വരാൻ പുറപ്പെട്ടപ്പോ അദ്ദേഹം എന്നെ തോണ്ടി വിളിച്ചു, മോനെ, പ്രവാചകൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനൊരു കാരണമുണ്ടാകും. അദ്ദേഹം പറഞ്ഞു മറുപടി, ഞാൻ തിരിഞ്ഞു നടന്നപ്പോ എന്നെ ചൂണ്ടി വിളിച്ചിട്ട് പറഞ്ഞു, ഒരു മുഅ്മിനിന്റെ ഹൃദയത്തിലും ഒരു വെറുപ്പ് ഞാൻ സമ്പാദിച്ചിട്ടില്ല എന്ന് അദ്ദേഹം മറുപടി പറഞ്ഞു. ഓരോ ജുമുഅക്കും നിങ്ങൾക്ക് ഉത്ബോധനം നൽകുന്നുണ്ടല്ലോ പരിശുദ്ധ ഖുർആൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. റബ്ബന ഗ്ഫിർ ലനാ വലിഖവാനിൽ ലദീന സബഖൂനാ ബിൽ ഈമാൻ വലാ തജ്അൽ ഫീ ഖുലൂബിനാ ഗില്ലൻ ലില്ലദീന ആമനൂ റബ്ബനാ ഇന്നക റഊഫുർ റഹീം. റബ്ബേ, എന്റെ ഹൃദയത്തിൽ ഒരു മുഅ്മിനായ മനുഷ്യന്റെ അടുത്തും ഒരു വെറുപ്പ് ഞാൻ സമ്പാദിച്ചിട്ടില്ല. ഞാൻ കൂടുതൽ അമാലുകളൊന്നും ചെയ്തിട്ടില്ല. നിങ്ങൾ കണ്ട അമാലുകളെ ഞാൻ ചെയ്യാറുള്ളൂ. നിങ്ങൾ നിസ്കരിക്കുന്നുണ്ട്, ഞാൻ നിസ്കരിക്കുന്നുണ്ട്. നിങ്ങൾ തസ്ബീഹ് ചെല്ലുന്നുണ്ട്, ഞാൻ തസ്ബീഹ് ചെല്ലുന്നുണ്ട്. നിങ്ങൾ സ്വലാത്ത് ചെല്ലുന്നുണ്ട്, ഞാനും സ്വലാത്ത് ചെല്ലുന്നുണ്ട്. പക്ഷേ എന്റെ പ്രത്യേകത ഒരു മുഅ്മിനായ മനുഷ്യന്റെ ഖൽബിലും ഞാൻ വെറുപ്പ് സമ്പാദിച്ചിട്ടില്ല എന്നാണ് അദ്ദേഹം മറുപടി കൊടുത്തത്. നിങ്ങൾക്ക് സ്വർഗം വേണോ? നിങ്ങൾക്ക് സ്വർഗം വേണോ? നിങ്ങളെ കുറ്റം പറയുന്നവന് തിരിച്ചൊന്ന് ദുആ ചെയ്താൽ ഒരിക്കലും
അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് പൊരുത്തപ്പെട്ട് തരൂല. ആ ദുആ അല്ലാഹു പെട്ടെന്ന് സ്വീകരിക്കും. രണ്ടാമത്തെ ദുആ ദഅവത്തുൽ മുസാഫിരി. ഈ ഇടയ്ക്കല്ലേ കണ്ണൂർ ജില്ലയിൽ ഒരു കല്യാണം നടന്നത്. എന്റെ കല്യാണത്തിന്റെ അവസ്ഥ എന്റെ പൊന്നുമക്കളെ ഒട്ടകത്തിന്റെ പുറത്തതാ പുതിയാപ്പിള സഞ്ചരിക്കുകയാണ്. ബാക്കിലോ പടക്കം പൊട്ടിക്കുന്നുണ്ട്, കുണ്ടുകൾ പൊട്ടിക്കുന്നുണ്ട്, ആർഭാടങ്ങൾ കാണിക്കുന്നുണ്ട്. എന്റെ മുസ്ലിം സഹോദരങ്ങളെ, നമുക്ക് മാത്രം അവകാശപ്പെട്ട പോലെ മുസ്ലിമുകളുടെ കല്യാണത്തിന് മാത്രം മഞ്ഞ കല്യാണം, പച്ച കല്യാണം, ചുവപ്പ് കല്യാണം, ഒടുക്കത്തെ കല്യാണങ്ങൾ ഇവർ നടത്തുന്നുണ്ട്. ചെറുപ്പക്കാരെ, നിങ്ങൾ കേൾക്കണോ? കണ്ണൂർ ജില്ലയിലതാ ഈ ഇടയ്ക്കൊരു ചെറുപ്പക്കാരന്റെ കല്യാണം നടന്നു. ആ ചെറുപ്പക്കാരൻ പോയതിന്റെ മുകളിലാ, ഒട്ടകത്തിന്റെ പുറത്താ. ബാക്കിലതാ ഒരുപാട് സൈന്യങ്ങൾ പോലെ ആളുകളുണ്ട്. അങ്ങനെ അതാ റോഡുകൾ ബ്ലോക്കാക്കുന്നു. മണിക്കൂറുകൾ ഇങ്ങനെ റോഡുകൾ ബ്ലോക്കാക്കി. നിങ്ങൾക്ക് കേൾക്കണോ? ദഅവത്തുൽ മുസാഫിരി. സ്വദഖ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. യാത്രക്കാരന്റെ ദുആന് അല്ലാഹു ഇജാബത്ത് കൊടുക്കുമെന്ന് ലോകത്തിന്റെ നേതാവ് നബി മുഹമ്മദ് മുസ്തഫ. ആ വണ്ടിയിൽ എയർപോർട്ടിൽ പോവാൻ ആളുകളുണ്ടാകും, പല വിവാഹങ്ങൾക്ക് പോവാൻ ആളുകളുണ്ടാവും, നിക്കാഹ് നടത്തി പോകാവുന്ന ഖത്തീബുമാരുണ്ടാകും, കൃത്യസമയത്ത് പള്ളിയിലെത്തേണ്ട ഖത്തീബുമാരുണ്ടാകും. യാത്രക്കാർക്ക് ബുദ്ധിമുട്ടാകുന്ന ഒന്നും ചെയ്യരുതേ. വഴിയിൽ ഒരു ബുദ്ധിമുട്ടെടുത്ത് നീക്കിയ സ്വർഗത്തിലേക്കുള്ള വഴിയാണെന്ന് അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. രണ്ടാമത്തെ ദുആ പെട്ടെന്ന് സ്വീകരിക്കുന്ന ദുആ ദഅവത്തുൽ മുസാഫിറാണ്. മൂന്നാമത്തെ ദുആ ഏതെന്നറിയോ? അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വദഅവത്തുൽ വാലിദീൻ ലിവലദിഹി. മാതാപിതാക്കള് മക്കൾക്കെതിരെ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയ്ക്ക് അല്ലാഹു പെട്ടെന്ന് ഉത്തരം നൽകും. കൺമണികളായ മാതാപിതാക്കളെ സംരക്ഷിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മാതാപിതാക്കളുമായി തെറ്റ് നിൽക്കുന്ന ആളുകൾ ഈ സദസ്സിലുണ്ടെങ്കിൽ ഇന്ന് നാളെ രാവിലെ തന്നെ പോയി സലാം പറഞ്ഞ് അവരോട് പൊരുത്തം ചോദിക്കാൻ അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. രക്ഷപ്പെടൂല. നമ്മുടെ ബാക്കിൽ തന്നെയുണ്ട്. മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിന്റെ ചിരിപ്പിച്ച വാക്കിന്റെ കാലോട് എത്ര അടുത്തിരിക്കുന്നുവോ അതുപോലെ നിന്റെ മരണം നിന്നെ പിന്തുടരുമെന്ന് അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ. എപ്പോഴാണ് മരിക്കാന്ന് പറയാൻ കഴിയില്ല. മരിക്കുന്ന സമയത്ത് ഈമാനില്ലാതെ ഷഹാദത്ത് കലിമ ചൊല്ലാൻ കഴിയാതെ ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞു പോകും. മൃഗങ്ങൾ ചത്തുപോകുന്നത് പോലെ ലോകത്തോട് ഇവിടെ പറഞ്ഞു പോയിട്ട് കാര്യമില്ല. മാതാപിതാക്കളെ പരിഗണിക്കാൻ വിലസുന്ന മക്കളും എഴുതുന്ന മാതാപിതാക്കളും എന്ന വിഷയം സംസാരിക്കുമ്പോൾ മാതാപിതാക്കളുടെ മഹത്വം മനസ്സിലാക്കണം. സിദ്ദീഖുൽ അൻസാരി റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. സിദ്ദീഖുൽ അൻസാരി റളിയല്ലാഹു അൻഹു ഫളൽ എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ കുറിച്ച് അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു വെച്ചു, ഉമ്മയുടെ സമ്മതമില്ലാതെ ഹജ്ജിന് പോയ മകന്റെ ചരിത്രം നിങ്ങൾ കേട്ടിട്ടില്ലേ? കള്ളു സ്ഥാപിക്കല്ല പോയത്, ഹജ്ജിനാ പോയത്. ഉമ്മയുടെ സമ്മതമില്ലാതെ സിനിമ കാണാനല്ല പോയത്, ഹജ്ജിനാ പോയത് മനുഷ്യൻ. സിദ്ദീഖുൽ അൻസാരി റളിയല്ലാഹു അൻഹു പറയുന്ന ചെറുപ്പക്കാരന്റെ കഥകൾ കേട്ടിട്ടില്ലേ? തന്റെ കൂട്ടുകാരുമൊത്ത് അങ്ങാടിൽ ഇങ്ങനെ ഇരിക്കുന്നു. കൂട്ടുകാര് പ്ലാൻ ചെയ്യുന്നു, മക്ക കാണണം, മദീന കാണണം. പ്രവാചകന്റെ അടുത്ത് ചെന്ന് അസ്സലാമു അലൈക യാ റസൂലല്ലാഹ് എന്ന് പറയണം. കൂട്ടുകാര് പറഞ്ഞു, വരുന്നില്ലേ? അവിടെ ചെറുപ്പക്കാര് പറഞ്ഞു, ഉമ്മയുടെ സമ്മതം ചോദിക്കണം. ഉമ്മാന്റെ സമ്മതം ചോദിക്കാൻ പോയി. ഉമ്മ പറഞ്ഞു, ഇപ്പൊ യാത്ര പോണ്ട മോനെ. വീണ്ടും ഉമ്മയോട് സമ്മതം ചോദിച്ചു. ചെറുപ്പക്കാരൻ നിർബന്ധം മുട്ടിയാൽ വീണ്ടും ചോദിക്കാൻ പോയി. ഉമ്മ വിട്ടില്ല. ചെറുപ്പക്കാര് കളിയാക്കി, ഇപ്പോഴും 5 വയസ്സുള്ള കുട്ടിയെ പോലെയാണോ നിന്റെ ഉമ്മാക്കിനെ എന്ന് പറഞ്ഞപ്പോ ദേഷ്യം വന്നുകൊണ്ട് ഉമ്മയുടെ സമ്മതം ചോദിക്കാതെ അച്ഛന് പോയ മകന്റെ ചരിത്രം നിങ്ങൾ കേൾക്കണോ? ഉമ്മയുടെ പൊരുത്തമില്ലാതെ എന്ത് ചെയ്താലും രക്ഷപ്പെടൂല മോനെ. അങ്ങനെ അതാ അദ്ദേഹം യാത്രയിരിക്കുന്നു. വനാന്തരങ്ങളെല്ലാം സഞ്ചരിച്ചുകൊണ്ട്, മരുഭൂമിയെല്ലാം സഞ്ചരിച്ചുകൊണ്ട് അദ്ദേഹം ഒരു പള്ളിയിലെത്തുകയാണ്, ഒരു മസ്ജിദിലെത്തുകയാണ്. അങ്ങനെ മസ്ജിദിൽ രാത്രിയിൽ കൂടി, രാത്രിയിലെ മസ്ജിദിൽ കൂടുകയാണ്. ആ സമയത്ത്
പോലീസുകാർ വളഞ്ഞിരിക്കുന്നു. എന്തേ കാരണം? ഒരു കള്ളനെ തെരഞ്ഞിറങ്ങിയിരിക്കുകയാണ്. അങ്ങനെ കള്ളന് ഓടിപ്പോകുന്ന സമയം ആ പള്ളിയുടെ മുൻവശത്തെത്തിയപ്പോൾ ആ കള്ളനതാ മിസ്സായി പോകുന്നു. തന്റെ മകനും ഹജ്ജിന് പോയ വിവരം ഉമ്മ അറിഞ്ഞപ്പോ ഒരു ദിവസമായിട്ട് മകനെ കാണാതായപ്പോ ഉമ്മ ദുആ ചെയ്ത ദുആ എന്തെന്നറിയോ? റബ്ബേ, എന്റെ സമ്മതമില്ലാതെ നിന്നെ കാണാവുന്ന എന്റെ മകനെ നീ ശിക്ഷ കൊടുക്കണേ റബ്ബേ. മതിയായ ശിക്ഷ അവന് കൊടുക്കണേ അല്ലാ. ഇനി ഒരിക്കലും അങ്ങനെ ചെയ്യാൻ തോന്നാൻ പാടില്ല. മാതാപിതാക്കളെ തൃപ്തിയില്ലാതെ ഒന്നും ചെയ്യാൻ തോന്നാൻ പാടില്ല റബ്ബേ. അതുകൊണ്ട് നീ മതിയായ ശിക്ഷ കൊടുക്കണേ എന്ന് ഉമ്മ കരഞ്ഞുകൊണ്ട് ദുആ ചെയ്തത്രേ. ആ കള്ളനെ കാണാതായി. ആ സമയത്ത് പോലീസുകാർ പള്ളിയുടെ അടുത്തെത്തി. ഉള്ളിലോട്ട് നോക്കിയപ്പോ സുജൂദ് ചെയ്യുന്ന സിദ്ദീഖുൽ അൻസാരി നിസ്കാരം സലാം വീട്ടിയപ്പോ പോലീസുകാരൻ അദ്ദേഹത്തെ ഇങ്ങോട്ട് വിളിച്ചു. എന്നിട്ടതാ കള്ളനെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങാടി മുഴുവനും അടിക്കുകയാ. അങ്ങാടിയിലൂടെ മുഴുവനും അദ്ദേഹത്തെ ആട്ടിത്തല്ലുകയാ. ശരീരത്തിൽ നിന്ന് രക്തം പൊട്ടുന്നുണ്ട്. അവിടത്തെ നിയമം എന്ന് പറയുന്നത് കണ്ണ് ചൂണ്ടെടുക്കലാണ്, കാലുവെട്ടലാണ്, കൈമുറിക്കലാണ്. അങ്ങനെ അത് ആ ആളുകളെല്ലാം ഒരുമിച്ച് കൂടുന്നു. രണ്ട് കണ്ണുകളും ചൂണ്ടെടുക്കുകയാണ്, രണ്ട് കാലുകളും മുറിച്ചു മാറ്റുന്നു, രണ്ട് കൈകളും വെട്ടിയെടുക്കുകയാ. എന്നിട്ട് കള്ളനെ കള്ളനെ എന്ന് വിളിക്കുമ്പോ, കള്ളനാണെന്ന് വിളിക്കുമ്പോ അദ്ദേഹം പറഞ്ഞത്രേ, ഞാൻ കള്ളനല്ല. ഉമ്മയുടെ സമ്മതമില്ലാതെ യാത്ര തിരിച്ചതിന് അല്ലാഹു തന്ന ശിക്ഷയാ. ശിക്ഷ അനുഭവിക്കുന്ന ചെറുപ്പക്കാരനാ എന്ന് വിളിച്ചു പറഞ്ഞപ്പോ ജനങ്ങൾ മുഴുവനും നിശ്ചലമായി. അദ്ദേഹത്തിന്റെ അടുത്ത് ചെന്നുകൊണ്ട് ചോദിച്ചു, എന്താണ് സംഭവങ്ങളൊക്കെ? കാലില്ലാതെ, കൈയില്ലാതെ, കണ്ണില്ലാതെ അദ്ദേഹം കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഒരു വീടിന്റെ മുമ്പിലേക്ക് ആ പോലീസുകാർ ആ ജഡത്തെ എടുത്തു, ആ ഒരു ശരീരത്തെ എടുത്തു കൊണ്ടുപോയി അങ്ങനെ വെക്കുകയാണ്. അപ്പോഴോ വീടിന്റെ ഉള്ളിൽ നിന്ന് ഒരു ഉമ്മയുടെ ശബ്ദം കേൾക്കുന്നു. ആ സമയത്ത് പൊന്നുമോൻ മനസ്സിലാക്കി, ഇത് എന്റെ ഉമ്മ താമസിക്കുന്ന വീടാ, ഇത് എന്റെ വീടാണ്, എനിക്ക് കാണാൻ കഴിയുന്നില്ല, എന്റെ കണ്ണുകൾ രണ്ടും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. ചോദിച്ചു, ഉമ്മ ഒരു തുള്ളി വെള്ളം കിട്ടുമോ? അവിടെ ഉമ്മ പറഞ്ഞത്രേ, അന്യനായ ആളാണല്ലോ നിങ്ങള്, അതുകൊണ്ട് തന്നെ ഒരു വഴിയുമില്ല, അങ്ങോട്ട് വെള്ളം കൊണ്ടുവരാൻ എനിക്ക് പ്രയാസമാ. അവിടെ നിന്ന് മകൻ മറുപടി കൊടുക്കത്രേ, അനൽപിനക്കല്ല ഉമ്മ, ഞാൻ വഴിപോക്കനല്ല ഉമ്മ, ഉമ്മനെ പ്രസവിച്ച അല്ലാഹുവേ, എന്റെ പൊന്നുമ്മ, നിങ്ങൾ പ്രസവിച്ച പൊന്നുമോനാണ് ഞാനെന്ന് ആ സിദ്ദീഖുൽ അൻസാരി എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ മറുപടി കൊടുത്തത്രേ. വീടിന്റെ മുന്നിലേക്ക് ഓടി വന്നിട്ട് സങ്കടപ്പെട്ടിട്ട് മകന്റെ അടുത്തേക്ക് ചെന്നിട്ട്, റബ്ബേ, ഇത്രയും വലിയ ശിക്ഷയാണോ എന്റെ പൊന്നുമോന് അല്ലാഹുവേ നൽകിയത്? റബ്ബേ, ഒരിക്കലും പരീക്ഷിക്കല്ല അല്ലാഹ്. ഈ നിമിഷ നേരം എന്റെയും എന്റെ പൊന്നുമോന്റെയും റൂഹിനെ നീ പിടിക്കണേ റബ്ബേ. ഫനസല ഖബിലുൽ അർവാഹ് അസ്റായീൽ. ആ സമയം അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം രംഗബോധമില്ലാത്ത കോമാളി എന്ന് വിശേഷിപ്പിക്കുന്ന മരണത്തിന്റെ മുന്നിലതാ ആ ഉമ്മയും ആ പൊന്നുമോനും കീഴടങ്ങുകയാണ്. ലോകത്തോട് ഇവിടെ പറഞ്ഞു, ഉമ്മാന്റെ ദുആ സ്വീകരിച്ചു. ഖബിലുൽ അർവാഹ് അസ്റായീൽ അലൈഹിസ്സലാം ആ ഉമ്മയുടെയും ആ മകന്റെയും റൂഹിനെ പിടിക്കുകയാ. ഉമ്മാന്റെ ദുആ റബ്ബ് തട്ടൂല. കാരുണ്യ കടലാണ് ഉമ്മ, കാരുണ്യ കടലാണ് ഉമ്മ. സ്വർഗത്തിലേക്ക് കിടക്കാനുള്ള കവാടമാണ് ഉമ്മ. സ്വർഗമാണെങ്കിൽ ഉമ്മ അതിലേക്ക് കിടക്കാനുള്ള കവാടമാണെന്ന് മനസ്സിലാക്കുന്ന
കാലത്തോളം എന്റെ പൊന്നു സഹോദരാ, എന്റെ സഹോദരി, തന്റെ മക്കള് നന്നാവൂല. വഅദിന്റെ സദസ്സില് തന്റെ മക്കളുണ്ടോ എന്ന് ചിന്തിക്കി. ഇസ്ലാമിനെ കുറിച്ച് പറയുമ്പോ, ഉമ്മയുടെ മഹത്വം പറയുമ്പോ, വിലസുന്ന മക്കളും വിതുമ്പുന്ന മാതാപിതാക്കളും എന്ന് ദിവസങ്ങൾക്ക് മുമ്പേ അനൗൺസ് ചെയ്തറിയിച്ചപ്പോ ഒരു മക്കളുമില്ല. അപൂർവം മക്കള് മാത്രമേ ഇന്നീ സദസ്സിലുള്ളൂ. എന്തേ സംഭവിച്ചു പോയത്? എന്തേ സംഭവിച്ചു പോയത് ചിന്തിക്കുന്നുണ്ടോ? അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് പഠിപ്പിച്ചു, ഉമ്മയുടെ പ്രാർത്ഥന തൊട്ട് സ്വീകരിക്കും, പെട്ടെന്ന് സ്വീകരിക്കും. ഉമ്മയെ സ്നേഹിക്കുന്ന ചെറുപ്പക്കാരാ, നിന്റെ ഭാര്യയ്ക്ക് വേണ്ടി ഉമ്മയെ തള്ളി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉമ്മയോട് പൊരുത്തപ്പെട്ട് ചോദിക്കണേ. ഉമ്മയെ നീ വെറുപ്പിച്ചവരുണ്ടെങ്കിൽ ഉമ്മയോട് മാപ്പപേക്ഷിക്കണേ. അല്ലാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ചതുപോലെ ഉമ്മയുടെ പൊരുത്തമില്ലാതെ നിനക്ക് സ്വർഗമില്ല. നിന്റെ മരണം പോലും അല്ലാഹ് കണക്കാക്കുന്നത്, നിന്റെ മരണം പോലും അല്ലാഹ് കണക്കാക്കുന്നത് ശഹാദത്ത് കലിമയില്ലാത്ത മരണമാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ചു, ഉമ്മയുടെ ദുആ, ആ ദുആന്റെ ജവാബ് നൽകും. പൊട്ടിക്കരഞ്ഞുള്ള ദുആ ഉണ്ടല്ലോ, നമുക്ക് വേണ്ടി ചെയ്യാൻ കഴിയുന്നത് ഒരേ ഒരാൾക്ക് മാത്രമാ, അത് ഉമ്മാക്ക് മാത്രമാ. ഉള്ളറയിൽ സ്നേഹത്തിൻ ജീവാ, ഉന്നതി നൽകുന്ന പ്രേമത്തിൻ ജീവാ, ഉമ്മയുടെ മാനസം നിറേ ലാവണ്യം കതിരാ, കണ്ടാലോ നന്മയുമേറും കരയിച്ചാൽ കൂടും, കണ്ണിന്റെ മണി പോലെ ഉമ്മയെ കാത്തിട് നീ തണിയേ, കണ്ടാലോ നന്മയുമേറും കരയിച്ചാൽ കാഠിന്യം കൂടും, കണ്ണിന്റെ മണി പോലെ ഉമ്മയെ കാത്തിട് നീ തണിയേ. ഉമ്മയുടെ പ്രാർത്ഥന കൊണ്ടാണ് ഉന്നതിയിലെത്തിയവരെല്ലാം ഉന്നതിയിലെത്തിയത്. ഞാൻ അവസാനിപ്പിക്കാൻ പോവുകയാണ്. എന്റെ ഉമ്മ, എന്റെ ഉപ്പ, എന്റെ ഉമ്മയുടെ പൊരുത്തമില്ലെങ്കിൽ, എന്റെ ഉപ്പയുടെ പൊരുത്തമില്ലെങ്കിൽ നാളെ നേരം വെളുക്കുമ്പോഴേക്കും എന്റെ ഉമ്മയുടെ കാലിൽ നീ വീഴണേ. പൊരുത്തം ചോദിക്കണേ, പൊരുത്തം ചോദിക്കണേ. റബ്ബേ റഹീമേ, നിങ്ങളുടെ മാതാപിതാക്കൾക്ക് അല്ലാഹുവേ ഖൈറുകൾ ചെയ്യണേ. അല്ലാഹ് മനുഷ്യൻ ജീവിക്കുന്നത്, ആകെ ജീവിക്കുന്നത് സന്തോഷത്തോടെ ജീവിച്ച് 5 വക്ത നമസ്കാരം നിർവഹിച്ച് അവസാനം പഠിക്കാൻ വേണ്ടിയിട്ടാണല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ ചരിത്രം പഠിപ്പിക്കുന്നുണ്ട്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ കാലത്ത് ഞാൻ അവസാനിപ്പിക്കുകയാണ് ഈ ചരിത്രം പറഞ്ഞുകൊണ്ട് ഇന്നിന്റെ സദസ്സ് അവസാനിപ്പിക്കുകയാ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ കാലത്ത് അൽഖമാ റളിയല്ലാഹു അൻഹു ചരിത്രം നിങ്ങൾ കേട്ടിട്ടില്ലേ? വളരെ വിശാലമായ അന്തരീക്ഷം, വീടുകളുടെ മുന്നിൽ അതാ ആളുകളെല്ലാം കൂടിയിരിക്കുന്നു, വീടിന്റെ മുന്നിൽ ഒരുപാട് ആളുകൾ കൂടിയിരിക്കുന്നു. ഉള്ളിൽ നിന്ന് സ്വഹാബത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കൊടുക്കുന്നുണ്ട് സഹോദരന്, പക്ഷേ ചൊല്ലാൻ കഴിയുന്നില്ല. ഒരു മനുഷ്യന്റെ അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ്, സ്വർഗത്തിൽ നടക്കുമെന്ന് ലോകത്തിന്റെ നേതാവ് നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹ് ഭാഗ്യം നൽകട്ടെ, അല്ലാഹ് ഭാഗ്യം നൽകട്ടെ. അങ്ങനെ അതാ അൽഖമാ റളിയല്ലാഹു അൻഹുവിന്റെ മാതാവിനെ കുറിച്ച് പ്രവാചകൻ അന്വേഷിക്കാൻ വേണ്ടി പറയുന്നു. മാതാവിന്റെ അടുത്തേക്ക് ആളുകളെ പറഞ്ഞയക്കുന്നു, പക്ഷേ വരുന്നില്ല. മാതാവ് പറഞ്ഞു, പ്രവാചകന്റെ അടുത്ത് പോയാ എന്റെ മകനെ പൊരുത്തപ്പെട്ടു കൊടുക്കേണ്ടി വരും, അതുകൊണ്ട് ഞാൻ പോകുന്നില്ല. പിന്നെ അതാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞയക്കുകയാ. അലി ആരതങ്ങൾ പോയി ഉമ്മയോട് കാര്യങ്ങളെല്ലാം വിശദീകരിച്ചു. പ്രവാചകൻ പെട്ടെന്ന് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്, വളരെ ഗൗരവമാണ് കാര്യം. അങ്ങനെ അതാ
അകലെ നിന്ന് വെച്ച് വരികയാ. പ്രായം ചെന്നും അല്ലാഹുവിന്റെ പ്രവാചകരോട് പറഞ്ഞു, റസൂലേ അങ്ങ് പൊരുത്തപ്പെട്ടു കൊടുക്കാൻ പറയരുത്. എന്റെ മകനെ ഞാൻ ഒരിക്കലും പൊരുത്തപ്പെട്ടു കൊടുക്കില്ല നബിയേ. കാരണം എന്താണെന്നറിയോ? എന്റെ മകൻ എന്നെ ചീത്ത വിളിച്ചിട്ടുണ്ട്, എന്നെ കരയിച്ചിട്ടുണ്ട്, എന്നെ തല്ലിയിട്ടുണ്ട്, പലതും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എന്റെ മകനെ ഞാൻ പൊരുത്തപ്പെട്ടു കൊടുക്കില്ല നബിയേ. പ്രവാചകനോട് അങ്ങനെ പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ തിരിച്ചു പറഞ്ഞു, ഉമ്മാ നാളെ ലോകത്തോട് ഇവിടെ പറഞ്ഞു പോയാ അൽപ്പമിക്ക് പ്രയാസമാ. അതുകൊണ്ട് സ്വഹാബത്തെ കുറച്ച് വിറകുള്ളികൾ കൊണ്ടുവരണേ, സ്വഹാബ കുറച്ച് വിറകുള്ളികൾ കൊണ്ടുവരണേ. അൽക്കം എവിടെ ഇട്ട് കത്തിക്കാൻ പോവുകയാണ്. ഇത് കേട്ടപ്പോ ഉമ്മ കരഞ്ഞുകൊണ്ട് പറഞ്ഞത്രേ, അല്ലാഹുവിന്റെ റസൂലേ വേണ്ട വേണ്ട, ഞാൻ പ്രസവിച്ച എന്റെ മകന് എന്റെ മുമ്പിൽ വെച്ച് കത്തിക്കാൻ ഞാൻ സമ്മതിക്കില്ല നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകനോട് പറഞ്ഞപ്പോ പ്രവാചകൻ തിരിച്ചു പറഞ്ഞത്രേ, എന്നാ അൽപ്പമിട്ട് നിങ്ങൾ പൊരുത്തപ്പെട്ടു കൊടുക്കണേ. അവിടുന്ന് പൊരുത്തപ്പെട്ടു കൊടുത്തു. അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി ഉമ്മ ലോകത്തോട് ഇവിടെ പറഞ്ഞു. ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മകൻ ലോകത്തോട് ഇവിടെ പറഞ്ഞു പോയി. ഉമ്മയുടെ പൊരുത്തമില്ലാതെ ഒരിക്കലും രക്ഷപ്പെടാൻ കഴിയില്ല. നിന്റെ ആത്മഹത്യ നന്നാവില്ല എന്ന് പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. റഹ്മാനായ അല്ലാഹുവേ, മരണപ്പെട്ടു പോയ ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ മഗ്ഫിറത്തും മർഹമത്തും നൽകണേ അല്ലാഹ്, സ്വർഗ്ഗം നൽകണേ റബ്ബേ. ഇത്രയും നേരം ഈ പരിസരത്ത് ഒരുമിച്ച് കൂടിയവർക്ക് നാളെ നിന്റെ സുഖലോക സ്വർഗ്ഗത്തില് റബ്ബേ വാസസ്ഥലം നൽകണേ അല്ലാഹ്. ഉസ്താദിനും ശിഷ്യന്മാർക്കും ഖൈർ നൽകണേ തമ്പുരാനെ. അവരുടെ ജീവിതത്തിൽ നീ സന്തോഷം നൽകണേ അല്ലാഹ്. അവരെ പരിചരിക്കുന്ന ഈ മഹൽ നിവാസികൾക്ക് നീ സന്തോഷം നൽകണേ അല്ലാഹ്. മാതാപിതാക്കളെ പൊരുത്തങ്ങിട്ട് ലോകത്തോട് ഇവിടെ പറയുന്ന നല്ല മക്കളുടെ കൂട്ടത്തിൽ ഞങ്ങളെ ചേർക്കണേ അല്ലാഹ്. ദുആ ചെയ്യാൻ വേണ്ടി പോവാണ്. ഫാത്തിഹ സൂറത്ത് ഓതി ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആ ചെയ്ത് പിരിയാം. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. وإلى حضرة سيدنا وحبيبنا منجينا مرشدنا محمد صلى الله عليه وسلم الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس.
الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا اللهم صل على سيدنا محمد وعلى آل سيدنا مولانا وشفيعنا منجينا هادينا مصطفانا مجتبانا قرة عيننا وثمرة فؤادنا وقتات نبدنا محمد صلى الله عليه وسلم ربنا آتنا خير الدنيا وخير الآخرة واصرف عنا شر الدنيا وشر الآخرة توفنا مسلمين وألحقنا مع الصالحين اللهم طهر قلوبنا كما طهرت قلوب العارفين والذاكرين والصالحين يا رب العالمين اللهم بارك لنا في رجب وشعبان وبلغنا شهر رمضان وفقنا للصيام والقيام وتلاوة القرآن റഹ്മാനും റഹീമുമായ തമ്പുരാനെ മലിക്കുൽ ജബ്ബാറായ അല്ലാഹുവേ കാബ മസ്ജിദിന്റെ പരിസരത്തില് റബ്ബേ ഈ സദസ്സ് നീ കബൂൽ ചെയ്യണേ അല്ലാഹ് ഇവിടെ പറയപ്പെട്ട മുഴുവൻ ഉലൂമുകളും നീ കബൂലാക്കണേ അല്ലാഹ് നാളെ പാരത്രിക ലോകത്തേക്ക് സ്വർഗ്ഗത്തിൽ ഇരുന്നുകൊണ്ട് കേട്ട ഉലൂമുകളാക്കി മാറ്റണേ റബ്ബേ സ്വർഗ്ഗത്തിന്റെ സദസ്സാക്കി മാറ്റണേ അല്ലാഹ് ഈ മഹല്ലിന് നേതൃത്വം നൽകുന്ന പ്രിയ ഉസ്താദിന് അല്ലാഹുവേ നീ ഖൈർ നൽകണേ അല്ലാഹ് പ്രിയ ശിഷ്യഗണങ്ങൾക്ക് നീ ഖൈർ നൽകണേ അല്ലാഹ് ഈ മഹല്ലിന്റെ കാര്യദർശികളായ മഹല്ല് കമ്മിറ്റി അംഗങ്ങൾക്ക് നീ ഖൈർ നൽകണേ തമ്പുരാനെ അവരുടെ ആവശ്യങ്ങളൊക്കെ നീ നിറവേറ്റി കൊടുക്കണേ റബ്ബേ ഇവിടെ ഒരുമിച്ച് കൂടിയ ഒരുപാട് അലിമീങ്ങളുണ്ട് റബ്ബേ ഉമറാക്കളുണ്ട് നീ ഖൈർ നൽകണേ അല്ലാഹ് എന്റെ ഉമ്മമാരുണ്ട് സഹോദരിമാരുണ്ട് സന്തോഷം നൽകണേ അല്ലാഹ് റബ്ബേ വിലസുന്ന മക്കളും ഇതുമുന്ന മാതാപിതാക്കളും റബ്ബേ ചരിത്രങ്ങൾ കേട്ടപ്പോ റബ്ബേ ഉമ്മയുടെ പൊരുത്തമുള്ള മക്കളാക്കി മാറ്റണേ അല്ലാഹ് ഉപ്പയുടെ പൊരുത്തമുള്ള മക്കളാക്കി മാറ്റണേ അല്ലാഹ് നാളെ സ്വർഗ്ഗത്തിലേക്ക് ഉമ്മയെയും കൈ പിടിച്ചു കൊണ്ടുപോകാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ് റബ്ബേ ഞങ്ങളുടെ ജോലിയിലേക്ക് ബർക്കത്ത് ചെയ്യണേ അല്ലാഹ് സന്തോഷമുള്ള സമാധാനമുള്ള ജീവിതം നൽകണേ അല്ലാഹ് മരിക്കുന്ന സമയം വരെ ഒരുത്തന്റെ മുമ്പിലും തലകുനിച്ച് നാണിച്ച് കൈനീട്ടി യാചിച്ച് ജീവിച്ചേണ്ട ഗതികേട് ഞങ്ങൾക്കാർക്കും വീട്ടിൽ പരീക്ഷിക്കല്ല റബ്ബേ വെക്കുന്നത് കുറഞ്ഞ ഭക്ഷണമാണെങ്കിലും സ്വന്തം കോരയ്ക്ക് താഴെ ഇരുന്ന് മനസ്സമാധാനത്തോടെ ഭക്ഷിക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ് ഞങ്ങളുടെ മക്കൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ് ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ് ഈ മഹല്ലത്തിന്റെ നിവാസികൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ് അവസാനം മരിക്കുന്ന സമയം വരെ ഇസ്സത്തോടെ ജീവിക്കാൻ തൗഫീഖ് നൽകണേ അല്ലാഹ് ഒരുപാട് അമ്മമാര് ഉപ്പമാര് ദുആ കൊണ്ട് ഏൽപ്പിച്ചിട്ടുണ്ടാകും റബ്ബേ ആഗ്രഹങ്ങളൊക്കെ സഫലീകരിച്ചു കൊടുക്കണേ അല്ലാഹ് രോഗങ്ങൾക്ക് ശിഫ നൽകണേ അല്ലാഹ് മാറാവ്യാധി നൽകി പരീക്ഷിക്കല്ല റബ്ബേ റബ്ബേ ക്യാൻസർ നൽകല്ലേ അല്ലാഹ് ട്യൂമർ നൽകല്ലേ അല്ലാഹ് അറ്റാക്ക് നൽകല്ലേ അല്ലാഹ് റബ്ബേ സംബന്ധമായ രോഗങ്ങൾ നൽകല്ലേ അല്ലാഹ് വയറ് സംബന്ധമായ രോഗങ്ങൾ നൽകല്ലേ തമ്പുരാനെ ഇടുപ്പ് വേദന നൽകല്ലേ റബ്ബേ റബ്ബേ ശരീരങ്ങൾക്ക് വേദന നൽകല്ലേ അല്ലാഹ് നിനക്ക് വേണ്ടി 5 വഖത്ത് നമസ്കാരം ഉറപോലെ റബ്ബേ സുന്നത്ത് കർമ്മങ്ങളോടുകൂടെ ജമാഅത്തായി നമസ്കരിക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ് റബ്ബേ ഞങ്ങളെ പഠിപ്പിച്ച ഉസ്താദുമാർക്ക് നീ ഖൈർ നൽകണേ അല്ലാഹ് അവർക്ക് സ്വർഗ്ഗം നൽകണേ അല്ലാഹ് ഞങ്ങളുടെ മാതാപിതാക്കളെയും ഞങ്ങളെയും ഞങ്ങളുടെ ഉസ്താദുമാരെയും നിന്റെ സുഖലോക സ്വർഗ്ഗത്ത് പുണ്യ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കിടക്കുന്ന ജന്നത്തുൽ ഫിർദൗസിൽ ഞങ്ങൾക്ക് ഇടം നൽകണേ തമ്പുരാനെ റബ്ബേ നീ തൗഫീഖ് നൽകണേ അല്ലാഹ് റബ്ബനാ തഖബ്ബൽ മിന്നാ إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم وارحمنا بأنواع رحمتك يا أرحم الراحمين بفضله صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم